നമ്മുടെ നാട് എങ്ങോട്ടാണ് സൂപ്പർസോണിക് വേഗത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഗൗരവപൂർവം ഈ നാട് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉത്തരവാദിത്വമാണ്. പകൽ മുഴുവൻ വെട്ടിയ വഴികൾ ഒരു വലിയാൽ പുറകോട്ടാക്കാൻ, പകൽ മുഴുവൻ വെട്ടിയ വഴികൾ ഒരു വലിയാൽ പുറകോട്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശക്തികൾ നമുക്കിടയിലും നമുക്ക് ചുറ്റും ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വേളയിലാണ് ശൂരനാട് രക്തസാക്ഷികളെ നാം ഓർക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പഞ്ചായത്ത് ഭരണമോ സംസ്ഥാന ഭരണമോ കോർപ്പറേഷൻ ഭരണമോ ഇല്ലാത്ത കാലം വന്നാലും കമ്മ്യൂണിസ്റ്റുകളായി ചെങ്കൊടിയും പിടിച്ച് മനുഷ്യന്റെ മോചനത്തെക്കുറിച്ചുള്ള മഹാസ്വപ്നം നെഞ്ചിലേറ്റുന്ന ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാർ ഈ ഭൂമുഖത്ത് ജീവിച്ചിരിക്കുന്നുവെങ്കിൽ അവർ നമുക്ക് മുൻപേ നടന്നു പോയവർ, നമുക്ക് മുൻപേ വഴികൾ വെട്ടിത്തെളിച്ചവർ, അവരുടെ സ്മരണ പുതുക്കുക തന്നെ ചെയ്യും. അത് ഭരണമുണ്ടോ, MLA ഉണ്ടോ, MP ഉണ്ടോ, മുഖ്യമന്ത്രി സ്ഥാനമുണ്ടോ, പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനമുണ്ടോ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനമുണ്ടോ എന്നതിനപ്പുറത്ത് ഈ സമൂഹത്തിന്റെ ജനാധിപത്യ മതനിരപേക്ഷമായ ഒരു സമൂഹം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന കമ്മ്യൂണിസ്റ്റുകൾ ഉണ്ടെങ്കിൽ അവരവരുടെ ഓർമ്മ പുതുക്കിക്കൊണ്ടേയിരിക്കും, സ്മരണ പുതുക്കിക്കൊണ്ടേയിരിക്കും. സഖാക്കളെ, നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിയാത്ത സ്വപ്നങ്ങൾക്ക് ഞങ്ങൾ മുന്നോട്ട് മാർച്ച് ചെയ്യും എന്ന് പ്രതിജ്ഞ പുതുക്കുകയും ചെയ്യും. നേരത്തെ ശർമ്മ പറഞ്ഞു, ഗിരീഷ് പറഞ്ഞു, ഒരു വർഷം, കഴിഞ്ഞ വർഷം ജനുവരി 16-ാം തീയതി ശൂരനാട് രക്തസാക്ഷി ദിനത്തിന്റെ സ്മരണ പുതുക്കി ഇവിടെ ഈ വേദിയിൽ നമ്മൾ സംസാരിച്ചതിന് ശേഷം ഈ ഒരു വർഷത്തിനുള്ളിൽ നമ്മുടെ നാട് എന്താണ് ചെയ്തു പോയത്? 2005 ഇടതുപക്ഷ കക്ഷികളുടെ സമ്മർദ്ദഫലമായി രൂപം കൊണ്ട തൊഴിലുറപ്പ് പദ്ധതി അപ്രത്യക്ഷമായി. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മാത്രമല്ല, ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരുപാട് സാമൂഹ്യ പ്രവർത്തകർ, അരുണ റോയിയെ പോലുള്ള ആളുകൾ, ജോൺ ഡ്രിസിനെ പോലുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ, അവരൊക്കെ തന്നെ 20 രൂപയ്ക്ക് താഴെ ഒരു ദിവസം വരുമാനമുള്ള കോടിക്കണക്കിന് മനുഷ്യർ അധിവസിക്കുന്ന ഇന്ത്യ രാജ്യത്ത് പട്ടിണിയിൽ നിന്ന് പതുക്കെ മനുഷ്യനെ കൈപിടിച്ചുയർത്താൻ കഴിയാവുന്ന ഒരു സംവിധാനം ഉണ്ടാക്കണം. അതിൻ്റെ ഭാഗമായിട്ടാണ് 2004 UPA സർക്കാർ അധികാരത്തിൽ വരികയും ഇടതുപക്ഷത്തിന് അതിൽ പ്രാമുഖ്യമായൊരു പങ്കുവഹിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ദേശീയോദ്ഗ്രഥന കൗൺസിൽ അതിൻ്റെ യോഗത്തിൽ അരുണ റോയ് എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ പ്രമുഖനായിട്ടുള്ള ഒരു സാമൂഹ്യ പ്രവർത്തകനും ജോൺ ഡ്രിസിനെ പോലുള്ള ലോകമറിയുന്ന സാമ്പത്തിക വിദഗ്ധന്മാരും ഒക്കെ ചേർന്ന് ഒരു പദ്ധതി മുന്നോട്ട് വെച്ചു. 2005 അങ്ങനെ രൂപം കൊണ്ട ഒന്നാണ് തൊഴിലുറപ്പ് പദ്ധതി. 2008 എത്തിക്കഴിഞ്ഞപ്പോൾ അത് നഗരങ്ങളിൽ കൂടി, ഗ്രാമങ്ങളിൽ മാത്രമല്ല നഗരങ്ങളിൽ കൂടി അത് വ്യാപിപ്പിച്ചു. 2009 മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള MNRG എന്ന് പറയുന്ന പദ്ധതിയായി നിലവിൽ വന്നു. 2014 മോഡി ആദ്യം തന്നെ പ്രധാനമന്ത്രിയായി പാർലമെന്റിനെ അഭിസംബോധന ചെയ്തപ്പോൾ പറഞ്ഞത് കോൺഗ്രസിന്റെ 60 വർഷക്കാലത്തെ ഭരണപരാജയത്തിന്റെ പ്രതീകമായി ഈ പദ്ധതിയെ ഞങ്ങൾ സൂക്ഷിച്ചു വെക്കും എന്നായിരുന്നു. പിന്നെ ഓരോ ബജറ്റിലും അതിനുള്ള തുക ഇങ്ങനെ വെട്ടിക്കുറച്ച് കൊണ്ടുവന്നു. ജോൺ ഡ്രീസും അരുണ റോയിയും ഇടതുപക്ഷക്കാരും മുന്നോട്ട് വെച്ചിരുന്ന നിലപാട് 2005 നിയമമാക്കാൻ പോയപ്പോൾ അതിലൊരു വെള്ളം ചേർക്കൽ നടന്നിരുന്നു. ആ വെള്ളം ചേർക്കൽ എന്ന് പറയുന്നത് BPLകാർക്ക് മാത്രം തൊഴിലുറപ്പ് പദ്ധതി എന്നതായിരുന്നു. അന്ന് അതിനെതിരെ രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങൾ വന്നു. ഭക്ഷണം അവകാശമാണ് എന്ന് പറയുന്ന
ഒരു വലിയ പ്രക്ഷോഭം വന്നു ഇന്ത്യ രാജ്യത്ത്. ഭക്ഷണം അവകാശമാണെന്ന് പറയുന്ന ആ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി UPA സർക്കാരിന് BPLകാർക്ക് മാത്രമാണ് തൊഴിലുറപ്പ് എന്ന് പറയുന്ന നിലപാടിൽ നിന്ന് മാറുകയും മുൻപേ തയ്യാറാക്കിയ പദ്ധതി അനുസരിച്ച് തൊഴിൽ ഒരു അവകാശമാണ്, ഭരണഘടനാപരമായ അവകാശമെന്ന നിലയ്ക്ക് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമനിർമ്മാണം. തൊഴിൽ ഒരു അവകാശമാണ്. 100 ദിവസം തൊഴിൽ കൊടുക്കണം, കൊടുത്തില്ലെങ്കിൽ നഷ്ടപരിഹാരം കൊടുക്കണം എന്ന് പറയുന്ന രൂപത്തിൽ നിയമമുണ്ടായി. മഹാത്മജിയുടെ പേര് മാറ്റുന്ന പരിപാടി മാത്രമല്ല ഇപ്പൊ മോഡി ചെയ്തിരിക്കുന്നത്. 100 ദിവസം എന്നുള്ളത് 125 ദിവസമേ മാറ്റിയിരിക്കുന്നു എന്ന് ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഒരു പരിപാടി പറഞ്ഞിരിക്കുക. ആ 125 എന്ന് പറയുന്നത് ഈ പുതിയ നിയമത്തിന്റെ 5(1) വകുപ്പ് പ്രകാരം കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ്. ആരും അത് കേട്ട് 100 ദിവസത്തിന് ഉള്ളിൽ 120 ദിവസം നമുക്ക് കിട്ടും എന്നാരും പ്രതീക്ഷിക്കേണ്ട. പഞ്ചായത്തുകൾക്കുണ്ടായിരുന്ന അധികാരം കേന്ദ്രം സ്ഥാപിക്കുന്ന ഒരു സംഘടനയ്ക്ക് കീഴിലേക്കായി മാറി. അവകാശം എന്ന് പറയുന്നത് ദാനം മാത്രമാകുന്ന രൂപത്തിലേക്കുള്ള നിയമനിർമ്മാണം നടത്തി കൊല്ലാക്കൊല ചെയ്തിരിക്കുകയാണ്. അടുപ്പിൽ മണ്ണിടുക എന്ന് എൻ്റെ നാട്ടിലൊക്കെ പറയും. അടുപ്പിൽ മണ്ണിടുക. പഴയകാലത്ത് അടുപ്പൊന്നുമില്ല, ഇപ്പോൾ ഗ്യാസ് അടുപ്പാണ്. പഴയകാലത്ത് അടുപ്പിൽ മണ്ണിടുക എന്ന് പറയുന്ന രൂപത്തിൽ മനുഷ്യരെ ദുരിതങ്ങളിലേക്ക് തള്ളിവിടുന്ന 58% തൊഴിലുറപ്പ് പദ്ധതികൾ സ്ത്രീകളാണ്. 35% മൊത്തം തൊഴിലാളികളിൽ 35% SC/ST വിഭാഗത്തിൽപ്പെട്ടവരാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആളുകൾ. സമൂഹത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന അടിത്തട്ടിൽ കിടക്കുന്ന ജനവിഭാഗങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള വകയാണ് ആ പദ്ധതി കൊണ്ടുവന്നത്. അത് ഇല്ലായ്മ ചെയ്യാൻ പോവുകയാണ്. 90-10 എന്ന് പറയുന്ന മാനദണ്ഡം 60-40 മാറ്റി. ഇനി അത് അനുഭവത്തിൽ വരുമ്പോഴാണ് ആളുകൾ അറിയുക ഈ പറയുന്ന കാപട്യങ്ങൾ എവിടെ ചെന്ന് അവസാനിക്കുന്നു എന്ന്. മറ്റൊന്ന്, ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ നമ്മുടെ പൂർവികന്മാർ സമരം ചെയ്ത് നേടിയെടുത്തതാണ് സംഘടിക്കാനും സമരം ചെയ്യാനുള്ള അവകാശം. സംഘടിക്കാനും സമരം ചെയ്യാനുള്ള അവകാശം. 7 പേരുണ്ടെങ്കിൽ ഒരു യൂണിയൻ ഉണ്ടാക്കാനുള്ള അവകാശം 1926 47 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. അതിനു മുൻപാ. ചില ആളുകളെ പരിഹസിക്കും, നമുക്ക് ഞായറാഴ്ച ഒഴിവ് ദിവസമാണ്. ഈ ഞായറാഴ്ച എങ്ങനെയാ ഒഴിവ് ദിവസമായത്? ചിലർ പറയും ക്രിസ്ത്യാനികളുടെ ഒരു ആരാധന ദിവസം, അല്ലെങ്കിൽ അവർ പറയും കടം ഉള്ള ഒരു ദിവസമാണ്, അതുകൊണ്ടാണ് ഞായറാഴ്ച ഒഴിവ് ദിവസമായത്. അങ്ങനെയല്ല. യൂറോപ്പിലൊക്കെ ക്രിസ്ത്യാനികളുടെ ഒരു ആരാധനാ ദിവസം എന്ന രൂപത്തിൽ ഞായറാഴ്ച ഒഴിവ് ദിനമായിരുന്നു. പക്ഷെ ഇന്ത്യയിൽ 12, 16, 18 മണിക്കൂർ ഒരു ദിവസം ജോലി ചെയ്യേണ്ടി വരുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു. കേരളത്തിലെ ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിന്റെ ചരിത്രമേ എവിടെ എടുത്ത് പരിശോധിച്ചാലും, എന്തിനാ നിങ്ങൾ അങ്ങോട്ട് പോകുന്നത്? ഈ ശൂരനാട് എന്ന് പറയുന്ന മണ്ണ് മനുഷ്യനെ മനുഷ്യനായി പോലും കാണാൻ കഴിയാത്ത രൂപത്തിൽ ഉണ്ടായിരുന്നൊരു കാലം, അതിനെതിരായിട്ടുള്ള പടവെട്ടിലിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് നമ്മൾ സഖാക്കളെ ഓർമ്മിക്കുന്നത്. 8 മണിക്കൂർ ജോലിക്ക് വേണ്ടി ലോകമെമ്പാടും സമരങ്ങൾ വന്നു. ലോകത്ത് മുഴുവൻ തന്നെ BJP-ക്കാർ ഒഴിച്ച്, ഇന്ത്യ രാജ്യത്ത് BMS ഒഴിച്ച് ബാക്കി ലോകം മുഴുവൻ തന്നെ മെയ് ദിനം ആചരിക്കുകയാണ്. 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം എന്നുള്ളത്. ഇന്ത്യ രാജ്യത്ത് 7 വർഷക്കാലം നീണ്ടുനിന്ന ബോംബെയിലെ തൊഴിലാളി വർഗം നടത്തിയ ഒരു പ്രക്ഷോഭത്തിന്റെ ഭാഗമായി 16-18 മണിക്കൂർ മനുഷ്യരായി പോലും പണിയെടുക്കാൻ അവകാശമില്ലാതിരുന്ന കാലത്ത് അതിനെതിരെ നാരായൺ ലോഖണ്ഡി എന്ന് പറയുന്ന ഒരു തൊഴിലാളി വർഗ നേതാവ് ആദ്യത്തെ ട്രേഡ് യൂണിയൻ ബോംബെയിൽ ഉണ്ടാക്കിയ ഹാൻഡ് മിൽ തൊഴിലാളികളുടെ യൂണിയൻ ഉണ്ടാക്കിക്കൊണ്ട് 16 മണിക്കൂറും 18 മണിക്കൂറും ഉണ്ടായിരുന്ന ജോലി സമയം കുറയ്ക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് 1883 മുതൽ നടത്തിയ 7 വർഷക്കാലം വീണ്ടും നടത്തിയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടാണ് 1890 ജൂൺ 10 മുതൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഞായറാഴ്ച ഒഴിവ് ദിനമായി കിട്ടിയത്. 1890 ജൂൺ 10 മുതലാണ്
ഇന്ത്യയിലെ തൊഴിലാളി വർഗം നടത്തിയ 7 വർഷക്കാലം നീണ്ടുനിന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഞായറാഴ്ച ഒഴിവു ദിനമായി കിട്ടിയത്. അന്നു മുതൽ തൊഴിലാളി വർഗം നടത്തിയ നിരന്തരമായ പോരാട്ടങ്ങളുടെ ഫലമായിട്ടാണ് യൂണിയൻ ഉണ്ടാക്കാനുള്ള അവകാശം കിട്ടിയത്, ബോണസ് അവകാശം കിട്ടിയത്, ഒരുപാട് അവകാശങ്ങളൊക്കെ നമുക്ക് കിട്ടിയത്. ഇപ്പോൾ ഒരുപാട് നിയമങ്ങൾ 4 കോഡാക്കി മാറ്റി കൊളോണിയൽ വിരുദ്ധ തൊഴിൽ പക്ഷ നിയമങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് 2019 മുതൽ 20 വരെ നടത്തിയ അതിൽ 3 നിയമം 2020 സെപ്റ്റംബർ മാസത്തിലാണ് പാസ്സാക്കിയത്. പാർലമെന്റ് ഒരു ചർച്ച പോലും നടത്തിയില്ല. കർഷക പ്രക്ഷോഭത്തിന്റെ പ്രതിഷേധങ്ങൾ പാർലമെന്റിൽ അലവിളി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 146ഓളം MP-മാരെ പുറത്താക്കിയ ഒരു സാഹചര്യത്തിൽ കോടിക്കണക്കിന് വരുന്ന ഇന്ത്യൻ തൊഴിലാളി വർഗം എത്രയോ നൂറ്റാണ്ടുകളായി പോരാടി നേടിയെടുത്തിരുന്ന സംഘടിക്കാനും സമരം ചെയ്യാനുള്ള അവകാശം അടക്കമുള്ളതിന് എടുത്ത് കൂലിത്തൊഴിലാളികളായി ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തെ മാറ്റുന്ന രൂപത്തിൽ 4 കോഡുകൾ പാസ്സാക്കിയെടുത്തു. 4 അഖിലേന്ത്യാ പണിമുടക്കുകൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നു കഴിഞ്ഞു. ഞാൻ അതിൻ്റെ വിശദമായ രൂപത്തിലേക്ക് പോകുന്നില്ല. മുൻപ് കറണ്ട് ഉപയോഗിച്ച്, ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ജോലി ചെയ്യുന്ന ഒരു ഫാക്ടറിയിൽ 10 തൊഴിലാളികൾ ഉണ്ടെങ്കിൽ അവിടെ തൊഴിൽ നിയമം ബാധകമായിരുന്നു പഴയ നിയമം അനുസരിച്ച്. കറണ്ട് ഉപയോഗിക്കാതെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ 20 പേരുണ്ടെങ്കിൽ അവിടെയും നിയമം ബാധകമായിരുന്നു. അത് പതുക്കെ മാറ്റി 10 20 ആക്കി, 20 40 ആക്കി. കേന്ദ്ര സർക്കാരിൻ്റെ 2023-24 മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് അതിൻ്റെ 2023-24 റിപ്പോർട്ട് അനുസരിച്ച് 42.3% തൊഴിൽശാലകളും ഈ 20 തൊഴിലാളികൾക്ക് താഴെ ജോലി ചെയ്യുന്നവരാണ്. 43.2% തൊഴിലെടുക്കുന്ന ഫാക്ടറികൾ എന്ന് പറയാവുന്നത് 20 തൊഴിലാളികൾക്ക് താഴെയാണ്. എന്ന് പറഞ്ഞാൽ ഈ നിയമം അവിടെ ബാധകമല്ല എന്നർത്ഥം. 1948 ഫാക്ടറി ആക്ട്, 1947 ഇൻഡസ്ട്രിയൽ ആക്ട്, റിലേഷൻ ആക്ട്, ഇതിൽ 100 പേരിൽ കൂടുതൽ തൊഴിലെടുക്കുന്ന ഒരു ഫാക്ടറി ഉണ്ടെങ്കിൽ അവിടെ ലേ ഓഫ് ചെയ്യണമെങ്കിൽ, തൊഴിലാളികളെ പുറത്താക്കണമെങ്കിൽ സർക്കാരിൻ്റെ അനുമതി വേണം. അത് 300 ആക്കി അങ്ങ് വർദ്ധിപ്പിച്ചു. 300 തൊഴിലാളികളായിട്ട് അങ്ങ് വർദ്ധിപ്പിച്ചു കഴിഞ്ഞപ്പോൾ 1% ഫാക്ടറികളിൽ പോലും തൊഴിലാളികൾക്ക് അവകാശമില്ലാത്ത രൂപത്തിൽ ഒരു നിയമവും വേണ്ട. നമുക്കിപ്പോ ALOമാരുണ്ട്, DLOമാരുണ്ട്, ജില്ലയിൽ ഡിസ്ട്രിക്ട് ലേബർ ഓഫീസറുണ്ട്, ALOമാരുണ്ട്. നല്ല തൊഴിലാളികളോട് താല്പര്യമുള്ള ട്രേഡ് യൂണിയൻ പ്രവർത്തകരാണെങ്കിൽ ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ തന്നെ ഫാക്ടറി, ചെറിയ ഫാക്ടറികളാണെങ്കിൽ പോലും സ്ഥിരം തൊഴിലാളികളുടെ എണ്ണം കുറവാണ്. ഒക്കെ കോൺട്രാക്ട് ലേബേഴ്സ് ഒക്കെയാണ്. അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും പരിശോധന നടത്തണമെന്ന് പറഞ്ഞാൽ ആ DLOയോ ALOയോ വന്ന് പരിശോധന നടത്തി അവിടെ പണിയെടുക്കുന്ന തൊഴിലാളികളെ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ആ മാനേജ്മെന്റിനെതിരെ നടപടിയും വരും, തൊഴിലാളികൾക്ക് അവരുടെ അവകാശം കിട്ടും. ഇങ്ങനെ ALOമാരുടെയും DLOമാരുടെയും അവകാശം എടുത്തു കളഞ്ഞ് മുതലാളിമാർ സ്വയം സർട്ടിഫൈ ചെയ്താൽ മതി. എൻ്റെ ഫാക്ടറി സുഗമമായി എങ്ങനെയാണ് നടപ്പാക്കുന്നത്, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് മുതലാളി സർട്ടിഫൈ ചെയ്താൽ തൊഴിലാളിക്ക് ഒരു അവകാശവുമില്ല. 7 പേർക്ക് ഉണ്ടെങ്കിൽ യൂണിയൻ ഉണ്ടാക്കാം എന്നുള്ളത് 100 പേരാക്കി അല്ലെങ്കിൽ 10% ഏതാണോ കുറവ് അതനുസരിച്ച്. പിന്നെ മനോഹരമായി കേൾക്കുന്ന ഒരു കാര്യമുണ്ട്, ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ പുറത്ത് നിന്നാവരുത്, തൊഴിലാളികളിൽ തന്നെ ആകണം. പല അഴിമതിയും മറ്റും പലതൊക്കെ പല ആളുകളെയൊക്കെ കേൾക്കുമ്പോൾ തോന്നും തൊഴിലാളി തന്നെ തൊഴിലാളിയുടെ നേതാവായ നല്ല കാര്യമല്ലേ. പക്ഷേ ഈ തൊഴിലാളിയെ ഏതെങ്കിലും തൊഴിലാളി നേതാവായി അവിടെ തെരഞ്ഞെടുത്താൽ അയാളെ പുറത്താക്കിയാൽ, മാനേജ്മെന്റ് അയാളെ അങ്ങ് പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ അവരുടെ വിലപേശൽ ശേഷിയും അങ്ങ് പോകും. അവശ്യ സർവീസ് നിയമങ്ങളിൽ മാത്രമാണ് സമരം ചെയ്യണമെങ്കിൽ മുൻകൂട്ടി നോട്ടീസ് കൊടുക്കേണ്ടിയിരുന്നത്. ഇപ്പോ 14 ദിവസത്തിന് മുൻപ് എല്ലാ സ്ഥാപനങ്ങളിലും നിങ്ങൾക്ക് പണിമുടക്കണമെങ്കിൽ നോട്ടീസ് കൊടുക്കണം. നോട്ടീസ് കൊടുത്ത് നിങ്ങളെ ചർച്ചയ്ക്കായി വിളിച്ചാൽ പിന്നെ ഒരു പണിമുടക്കും പാടില്ല.
മാനേജ്മെന്റിന് എത്ര നാൾ വേണമെങ്കിലും ഈ ചർച്ചയാണെന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടു പോകാം. ഒരു സമരവും പാടില്ല. കൂലി അടിമകളായി ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലത്തുണ്ടായിരുന്നത് പോലെയുള്ള ഒരവസ്ഥയിലേക്ക് ഈ 4 ലേബർ കോഡുകളെ എത്തിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. 8 മണിക്കൂർ ജോലി 12 മണിക്കൂറാക്കി മാറ്റിയിരിക്കുന്ന ലേബർ കോഡുകൾ നിലവിൽ വന്നു കഴിഞ്ഞു. ഇപ്പോ സർക്കാർ അതിന്റെ ചട്ടവും കഴിഞ്ഞ ആഴ്ച അത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ച് ദിവസത്തിന് മുൻപ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. ഇൻഡസ്ട്രിയൽ തൊഴിൽ നിയമങ്ങൾ 2014 ശേഷം മാനേജ്മെന്റ്, സർക്കാർ, ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ ഏതെങ്കിലും തരത്തിൽ തർക്കമുണ്ടെങ്കിൽ വർഷാവർഷം 3 ഈ ട്രൈപാർട്ടീസ് യോഗങ്ങൾ നടത്തും. തൊഴിലാളികളെ കൂലി ഉയർത്തുന്നതിനെ കുറിച്ച് അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ 2014 ശേഷം 2026 ജനുവരി മാസം വരെ അത്തരത്തിലുള്ള ട്രൈപാർട്ടി സമ്മേളനം മോഡി സർക്കാർ വിളിച്ചു ചേർത്തിട്ടില്ല. തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തരത്തിലുള്ള നടപടികളും ഉണ്ടായിട്ടില്ല. ഇതാണ് 4 ലേബർ കോഡുകൾ. എത്ര സമരം ചെയ്തിട്ടാണ് നമ്മുടെ പൂർവികന്മാര്. സഖാവ് പി കൃഷ്ണപിള്ള ആലുവയിലും ചേർത്തലയിലും അതുപോലെ തന്നെ കേരളം മുഴുവൻ ഓടി നടന്ന് തൊഴിലാളികളെ സംഘടിപ്പിക്കുകയും എത്രയെത്ര പോരാട്ടങ്ങളുടെ ഫലമായിട്ടാണ് ട്രേഡ് യൂണിയൻ അവകാശങ്ങൾ നമുക്ക് കിട്ടിയത്. അത് ഒറ്റയടിക്ക് എടുത്തു കളഞ്ഞിരിക്കുകയാണ്. മറ്റൊന്ന് വിത്ത് ബില്ലാണ്. കർഷകനെ സംബന്ധിച്ചിടത്തോളം 1966 ഒരു വിത്ത് ബില്ല് കൊണ്ടുവന്നത്. അത് 83 ഭേദഗതി ചെയ്തു, 86 ഭേദഗതി ചെയ്തു. ഇപ്പൊ വീണ്ടും അതിശക്തമായ രൂപത്തിലുള്ള വിത്ത് നയം രൂപീകരിച്ച് കർഷകന് വിത്തിലുള്ള അവകാശം, കർഷകന് സ്വന്തം വിത്തിലുള്ള അവകാശം കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുക്കുന്ന രൂപത്തിൽ വരികയാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഇഷ്ടംപോലെ ചെടികൾ വിൽക്കുന്ന നഴ്സറികളുണ്ട്. ഈ നഴ്സറികൾ പോലും അപ്രാപ്യമാകുന്ന രൂപത്തിൽ ബില്ലിൽ വ്യവസ്ഥകളുണ്ട്. നിങ്ങളൊരു ചെടി വിൽക്കുകയാണെങ്കിൽ ഒട്ടുമാവ്, പല ചെടികളും ഒക്കെ തന്നെ കൃത്രിമമായി സൃഷ്ടിച്ചെടുത്തുകൊണ്ട് പലതും വരും. ഇതിന്റെ ഒറിജിൻ എവിടെയാണ് എന്ന് നിങ്ങൾ അവിടെ എഴുതി വെക്കണം. ഒരു സാധാരണ ഒരു തൊഴിലായി ഒരു ഗ്രാമപ്രദേശത്ത് ഒരു നഴ്സറി നടത്തുന്ന ഒരാൾക്ക് ഈ ഒരു ചെടിയുടെ അല്ലെങ്കിൽ ഒരു പൂച്ചെടിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വൃക്ഷത്തിന്റെ ഒറിജിൻ എവിടെയാണ് എന്ന് നിങ്ങൾക്ക് ഒരിക്കലും വരില്ല. നിങ്ങളുടെ കയ്യിൽ ചങ്ങല വീഴും. വിത്ത് കൃഷി ഉണ്ടായൊരു നാടാണ് ഇന്ത്യ എന്നാണ് പറയുന്നത്. വർഷങ്ങൾക്ക് മുൻപേ ഇപ്പോൾ നമ്മുടെ അതിർത്തി കിടക്കുന്ന അഫ്ഗാനിസ്ഥാനിൽ ചുട്ട് കിടക്കുന്ന പ്രദേശത്തൊക്കെയാണ് ആദ്യമായി കൃഷി ഉണ്ടായത്. അതിനെക്കുറിച്ച് തർക്കമൊക്കെ ഉണ്ട്. എങ്കിൽ പോലും കൃഷി ജനിച്ച നാട് എന്ന് പറയുന്ന രൂപത്തിലേക്ക് വരുന്ന ഒരു സ്ഥിതിയാണ്. ഇനി അതവിടെ നിൽക്കട്ടെ. നമ്മുടെ FCI ഗോഡൗണുകൾ, ഇപ്പോൾ ഒരു 2 വീലർ ഇല്ലാത്ത ഒരു കുടുംബവും കേരളത്തിൽ കാണാൻ സാധ്യത കുറവാണ്. സൈക്കിളൊക്കെ പോയി ഇപ്പോൾ 2 വീലറെങ്കിലും ഇല്ലാത്തൊരു വീടില്ല. നമ്മൾ അടിക്കുന്ന പെട്രോളിൽ 30% എത്തനോളാണ്. 30% എത്തനോളാണ്. 70% മാത്രമേ പെട്രോളിന്റെ അംശമുള്ളൂ. ഓട്ടോറിക്ഷയാണെങ്കിലും 2 വീലർ ആണെങ്കിലും കാർ ആണെങ്കിലും. ഈ എത്തനോൾ ഉണ്ടാക്കുന്നത് ഭക്ഷ്യ സാധനങ്ങളിൽ നിന്നാണ്. അരി, ഗോതമ്പ്. FCI ഗോഡൗണിൽ നമുക്ക് അരി തരേണ്ട FCI ഗോഡൗണിൽ നിന്ന് കോടിക്കണക്കിന് ടൺ ഭക്ഷ്യധാന്യം എത്തനോൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി അദാനിക്ക് വിറ്റ ജനദ്രോഹികളാണ് മോഡി സർക്കാർ എന്ന് പറയുന്ന കാര്യവും നാം മനസ്സിലാക്കണം. 53 കോടി ടൺ കഴിഞ്ഞ വർഷം മാത്രം എനിക്കും നിങ്ങൾക്കും ഭക്ഷ്യധാന്യം, ഞാനും നിങ്ങളും കഞ്ഞി കുടിക്കേണ്ട, ഭക്ഷണം കഴിക്കേണ്ട അരി FCI ഗോഡൗണുകളിൽ നിന്ന് എത്തനോൾ ഉണ്ടാക്കാൻ മോഡിയുടെ പ്രിയപ്പെട്ട തോഴൻ അദാനിക്ക് സംഭാവന ചെയ്തിരിക്കുക. കൃഷി ഭക്ഷ്യസാധനങ്ങളിൽ നിന്ന് ലാഭം കിട്ടുന്നതിലേക്ക് പതുക്കെ പരിവർത്തനപ്പെടുത്തുകയാണ്. എത്തനോൾ ഉണ്ടാക്കുമ്പോൾ ലാഭം കിട്ടും. നെല്ല് ഉൽപ്പാദിപ്പിച്ചാൽ, ഗോതമ്പ് ഉൽപ്പാദിപ്പിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ എത്തനോൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി ഭക്ഷ്യ വിളകൾ അങ്ങോട്ട് പരിവർത്തനം നടത്തിയാൽ കൂടുതൽ ലാഭം ഉണ്ടാകും. അതുകൊണ്ട് ഭക്ഷ്യകൃഷിയിൽ നിന്ന് പതുക്കെ പതുക്കെ കർഷകരെ പരിവർത്തനം ചെയ്ത് ലാഭം ഉണ്ടാക്കുന്നതിലേക്ക് ആട്ടിത്തെളിക്കുകയാണ്.
കാർഷിക മേഖല മുഴുവൻ തന്നെ അഗ്രി ബിസിനസ് കുത്തകൾക്ക് വേണ്ടി തീരെഴുതി കൊടുക്കുകയാണ്. നമ്മുടെ കഴുത്തിൽ കുരുക്ക് മുറുകുമ്പോൾ മാത്രമാണ് നമ്മൾ പലപ്പോഴും കാര്യങ്ങൾ ഓർക്കുക. നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടാവും, ഞാൻ ഈ വേദിയിൽ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ ഈ 94 ഘാട്ട് കരാറിനെതിരെ ബന്ദ് നടത്തുന്ന സമയത്ത് കേരളത്തിൻ്റെ തെരുവുകളിൽ മുഴുവൻ വന്ന് സംസാരിച്ചിരുന്നു. നമ്മുടെ റേഷൻ പോവും. അപ്പോൾ ചില ആളുകൾ പരിഹസിച്ചിരുന്നു, വെറുതെ ഭ്രാന്ത് പറയുക, റേഷൻ പോവുക. സർക്കാർ ജീവനക്കാരോട് പറഞ്ഞു പെൻഷൻ പോവും. നിങ്ങൾ ആളുകളെ വെറുതെ പറഞ്ഞ് പേടിപ്പിക്കല്ലേ, പ്രസംഗമൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ അതൊക്കെ ചെവിയിലൊക്കെ എന്നോട് വിളിച്ചു പറഞ്ഞ ആളുകളെ പേടിപ്പിക്കുന്ന രൂപത്തിൽ ഇങ്ങനെ കാര്യങ്ങൾ പറയല്ലേ എന്ന് പറഞ്ഞവരുണ്ടായിരുന്നു. കപ്പലിൻ്റെ പുക കാണുമ്പോൾ അത് കപ്പലാണ് വരുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് പാഴൂർ പടിപ്പുര വരെയൊന്നും പോകേണ്ട കാര്യമില്ല. ലോകത്ത് മുഴുവൻ നടപ്പാക്കുന്ന നയങ്ങൾ, ആ നയങ്ങൾ എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തേക്ക് വരുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയാവുന്ന ഒരു മാർക്സിസ്റ്റ് വീക്ഷണമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ലോകം മുഴുവൻ എന്താണ് നടക്കുന്നത് എന്നറിയാം. 1 ലക്ഷം രൂപ കൊടുക്കണ്ടേ ഇപ്പോൾ ഒരു പവൻ സ്വർണത്തിന്? ഒരു കെട്ടുതാലി അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ പേര് വിളിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആഭരണം കൊടുക്കാൻ ഒരു പവന് 1 ലക്ഷം രൂപയായി. എങ്ങനെ ഇത് വരുന്നത്? അമേരിക്കയിൽ ട്രംപ് 2ാമത് അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം തൊട്ടടുത്തുള്ള പ്രദേശങ്ങളെയൊക്കെ വെട്ടിപ്പിടിക്കാൻ പരിശ്രമിച്ചു. കാനഡ എന്ന് പറയുന്ന രാജ്യത്തെ 51ാമത് സ്റ്റേറ്റ് ആക്കും, ഗ്രീൻലാൻഡിനെ ഞങ്ങൾ പിടിച്ചെടുക്കും, മെക്സിക്കോയെ ഇങ്ങോട്ട് പിടിച്ചെടുക്കും, ഇങ്ങനെ ചുറ്റുപാടുമുള്ള ഓരോ രാജ്യത്തെയും പിടിച്ചെടുക്കും എന്ന് പറഞ്ഞു. ചില ആളുകളൊക്കെ പറയുന്നത് ട്രംപിന്റെ ഭ്രാന്താണെന്നാണ്. ട്രംപിന്റെ ഭ്രാന്തല്ല, മുതലാളിത്തത്തിന് ഭ്രാന്ത് പിടിച്ചതാണ്. സാമ്രാജ്യത്വത്തിന്റെ പ്രതിസന്ധി ലോകത്തെ മുഴുവൻ തന്നെ പട്ടിണിയിലേക്കും യുദ്ധങ്ങളിലേക്കും കെടുതികളിലേക്കും നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ലെനിനാണ് പറഞ്ഞത് സാമ്രാജ്യത്വം എന്ന് പറഞ്ഞാൽ സമയം യുദ്ധം എന്ന്. സാമ്രാജ്യത്വം എന്നാൽ യുദ്ധം എന്ന് പഠിപ്പിച്ചത് സഖാവ് ലെനിനാണ്. കാരണം ലോകത്ത് മാർക്സ് മൂലധനത്തിൽ എഴുതി വെച്ചു, നിഴല് വിൽക്കാൻ പറ്റിയില്ലെങ്കിൽ മരം വെട്ടി വിൽക്കും, നിഴലിനെ വിൽക്കാൻ പറ്റിയില്ലെങ്കിൽ മരം വെട്ടി വിൽക്കും. ലാഭം ഏതാണോ കിട്ടുക ആ ലാഭത്തിന് വേണ്ടി അത് പോകും. ഇപ്പോൾ റോട്ടിക്കൂടെ പോണതിന് നമ്മൾ നികുതി കൊടുക്കണ്ടേ? റോട്ടിക്കൂടെ പോകുന്നതിന് നികുതി ഒരു 50 വർഷം 25 വർഷം മുൻപ് റോട്ടിക്കൂടെ പോണതിന് ടാക്സ് ഉണ്ടായിരുന്നു. മലമൂത്ര വിസർജനം നടത്തുന്നതിന് കാശ് കൊടുത്തിരുന്നോ? നമ്മൾ എവിടെയെങ്കിലും കൊടുത്തോ? KSRTC സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോൾ 5 രൂപ കൊടുക്കേണ്ടി വരുന്ന ഒരു സ്ഥിതി ഒരു 10-20 വർഷം മുൻപുണ്ടായിരുന്നോ? ഇല്ലല്ലോ. 90-ന് മുൻപ് അത്തരം സ്ഥിതി ഉണ്ടായിരുന്നില്ല. എവിടെയാണ് ലാഭം ഉണ്ടാക്കാൻ പറ്റുക അവിടെ പിടിക്കുക, എവിടെയാണ് ലാഭം ഉണ്ടാക്കാൻ പറ്റുക അതിനെ പിടിക്കുക. അതൊരു സ്വാഭാവികമായിട്ട് അങ്ങ് വരും. അങ്ങനെ ലാഭമുണ്ടാക്കാനുള്ള ആർത്തി, മുതലാളിത്തത്തിന്റെ പ്രതിസന്ധി, ഇത് 1ാം പ്രതിസന്ധിയാണ് 1ാം ലോക മഹായുദ്ധമായി മാറിയത്. 1893 മുതൽ ആരംഭിച്ച മുതലാളിത്തത്തിന്റെ പ്രതിസന്ധി അത് 1ാം ലോക മഹായുദ്ധമായി. 1ാം ലോക മഹായുദ്ധം കഴിഞ്ഞ് 1929 ഗ്രേറ്റ് ഡിപ്രഷൻ, മഹാമാന്ദ്യം ലോകത്തെ പിടികൂടി. ആ മഹാമാന്ദ്യം പിടികൂടിയപ്പോഴാണ് നമ്മുടെ ചേർത്തലയിലും അമ്പലപ്പുഴ താലൂക്കിൽ അടക്കം ലക്ഷങ്ങൾ പട്ടിണി കിടന്ന് മരിച്ചത്. അപ്പോഴാണ് സഖാവ് പി കൃഷ്ണപിള്ള ആളവഗിരി റേഷന് വേണ്ടി സമരം നടത്തിയത്. അത് വേറെ ചരിത്രം, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ആ 2ാം ഗ്രേറ്റ് ഡിപ്രഷനാണ് 2ാം ലോക മഹായുദ്ധമായി മാറിയത്. 1950 വരെ മാർഷൽ പദ്ധതി, ലോകത്തെ പുനർവാർക്കുന്ന 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം സാമ്രാജ്യത്വം കൊണ്ടുവന്ന പദ്ധതികൾ, സോവിയറ്റ് യൂണിയന്റെ സോഷ്യലിസ്റ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ വെൽഫെയർ മെഷീനറി, വെൽഫെയർ സ്റ്റേറ്റ്, ക്ഷേമരാഷ്ട്ര സങ്കല്പം മുതലാളിത്തത്തിനും കഴിയും എന്ന രൂപത്തിൽ ചില കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. പക്ഷേ 70കളോടുകൂടി ആ പ്രതിസന്ധി, മുതലാളിത്തത്തിന്റെ പ്രതിസന്ധി രൂക്ഷമായി. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഐക്യരാഷ്ട്ര സംഘടനയും വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനും അതുപോലെ IMF-ഉം ഒക്കെ രൂപം കൊണ്ടപ്പോൾ അന്നൊരു ചർച്ച വന്നു, ലോകത്തിന് ഒരു നാണയം വേണം. അമേരിക്ക ആറ്റം ബോംബൊക്കെ ഇട്ട് ഏകശക്തിയായിട്ട് അങ്ങനെ നിൽക്കുന്നത് കൊണ്ട് അമേരിക്ക പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ കച്ചവടം മുഴുവൻ ലോകത്ത് എവിടെ അരി വാങ്ങാനും ഗോതമ്പ് വാങ്ങാനും പെട്രോൾ വാങ്ങാനും ഒക്കെ ഡോളർ വേണം എന്ന് പറയുന്നൊരു സ്ഥിതി വന്നു. 1970-ലാണ് ഓയിൽ ഷോക്ക് എന്ന് പറയുന്ന വലിയ പ്രതിസന്ധി ഉണ്ടായത്. ആ പ്രതിസന്ധി ഉണ്ടായി കഴിഞ്ഞപ്പോൾ സൗദി അറേബ്യയുമായിട്ട് അമേരിക്ക ഒരു കരാറിൽ ഒപ്പുവെച്ചു. ആ കരാറാണ് എവിടെ കച്ചവടം നടത്തിയാലും പെട്രോൾ കച്ചവടം നടത്തുന്നത് ഡോളറിലൂടെ ആയിരിക്കണം. പെട്രോ ഡോളർ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ലോകത്ത് വന്നു. ആ പെട്രോ ഡോളർ, നിങ്ങൾ എവിടെ കച്ചവടം നടത്തിയാലും
അത് ഡോളറിലൂടെ ആയിരിക്കണം. അപ്പോൾ ലോകത്ത് എണ്ണ സമ്പത്തൊക്കെ വന്ന ഗൾഫ് രാജ്യങ്ങളിലാണെങ്കിൽ പോലും അതിൻ്റെ നേട്ടം മുഴുവൻ തന്നെ ആ പണം, വിൽക്കുന്ന പണം മുഴുവൻ അമേരിക്കയിൽ നിക്ഷേപിക്കണം എന്ന് പറയുന്ന, ഡോളറിൽ നിക്ഷേപിക്കണം എന്ന് പറയുന്ന രൂപത്തിൽ അമേരിക്ക ആധിപത്യം കൊണ്ടുവന്നു. അത് വലിയ പ്രതിസന്ധിയിൽ വരികയാണ്. ആ പ്രതിസന്ധിയാണ് 2008 വലിയ പ്രതിസന്ധിയായിട്ട് ലോകം കണ്ടത്. പക്ഷെ അവിടെ നിന്ന് തീർന്നില്ല. 1960 മുതൽ ആരംഭിച്ച മുതലാളിത്തത്തിന്റെ പ്രതിസന്ധി, തേർഡ് ഡിപ്രഷൻ, മൂന്നാം പൊതു സാമ്പത്തിക കുഴപ്പമായി മാറി നിൽക്കുകയും മുതലാളിത്തത്തിന് അതിജീവനത്തിന് ശേഷിയില്ലാതെ പെടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൻ എവിടെയൊക്കെയാണോ കൊള്ള നടത്താൻ പറ്റുക, എവിടെയൊക്കെയാണ് ആർത്തിയോടുകൂടി വെട്ടിപ്പിടിക്കാൻ കഴിയുക, അതിനുള്ള ഭ്രാന്തമായ പാച്ചിലിന്റെ ലക്ഷണമാണ്. അതുകൊണ്ട് എന്തു വരുന്നു? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ധാതു ഖനിജ സമ്പത്ത് കിടക്കുന്ന ഛത്തീസ്ഗഡിലെയും ഒറീസയിലെയും ജാർഖണ്ഡിലും ഇരുമ്പയിരും കൽക്കരിയും മാംഗനീസും അടക്കമുള്ള സാധനങ്ങൾ കിടക്കുന്ന സ്ഥലത്ത് അവിടെ ആധിപത്യമുള്ളത് മാവോയിസ്റ്റുകൾക്കാണ്. അവരെ കൊന്നു തീർക്കണം. മാവോയിസ്റ്റുകളുടെ രാഷ്ട്രീയത്തോട് ഒരു യോജിപ്പും ഉള്ളവരല്ല ഞങ്ങൾ. പക്ഷേ എന്തുകൊണ്ടാണ് അവരെ വേട്ടയാടുന്നത് എന്ന് ചോദിച്ചാൽ, ആദിവാസികളുടെ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് 6ാം പട്ടിക ആദിവാസികളുടെ ഭൂമി അങ്ങനെ കൈമാറാൻ പറ്റില്ല. അപ്പോൾ കൊന്നു തള്ളണം, ആട്ടി ഓടിപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ വേദാന്തയ്ക്കും അതേപോലെ അദാനിക്കും ഒക്കെ തന്നെ ഭൂമിക്ക് അടിയിൽ കിടക്കുന്ന ധാതു ഖനിജ സമ്പത്ത് കൊള്ള ചെയ്തു കൊണ്ടുപോകാൻ പറ്റൂ. അതുകൊണ്ടാണ് ഗ്രീൻലാൻഡ് അമേരിക്കയിൽ പിടിച്ചെടുക്കുന്നത്. സ്പേസ് ടെക്നോളജി, ആ സ്പേസ് ടെക്നോളജിക്ക് ഏറ്റവും അത്യാവശ്യമുള്ള മൂലകങ്ങൾ ഗ്രീൻലാൻഡിന്റെ മണ്ണിലുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അത് പിടിച്ചെടുക്കണം. സ്വാഭാവികമായി അത്തരത്തിലുള്ള ഭ്രാന്തമായ കൊള്ള, മാർക്സൊക്കെ പറഞ്ഞ പ്രിമിറ്റീവ് അക്യുമുലേഷൻ എന്ന് പറയുന്ന ഭൂമിക്കടിയിൽ കിടക്കുന്ന ധാതു സമ്പത്തുകളെ പോലും തങ്ങളുടെ പിടച്ചിൽ രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള മാർഗങ്ങളായി കൊണ്ടുവരിക. അപ്പൊ അമേരിക്കൻ ഡോളറിന്റെ ആധിപത്യം കുറയുന്നതനുസരിച്ച് ആളുകൾ മുഴുവൻ സ്വർണത്തിൽ നിക്ഷേപിക്കാൻ തുടങ്ങുന്നു. സ്വർണത്തിൽ നിക്ഷേപിക്കാൻ തുടങ്ങുന്നതിന്റെ ഭാഗമായിട്ടാണ് 1 ലക്ഷം രൂപയായിട്ട് ഈ സ്വർണം മാറുന്നത്. സഖാവ് ലെനിൻ പറഞ്ഞില്ലേ, രാഷ്ട്രീയത്തിൽ നിങ്ങൾ ഇടപെട്ടില്ലെങ്കിൽ രാഷ്ട്രീയം നിങ്ങളിൽ ഇടപെടുന്നു. ഞാൻ പലപ്പോഴും ഇവിടുന്ന് പറയാറുണ്ട്. ചില ആളുകൾ പറയാറുണ്ട്, ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഇല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിയും പിടിക്കാറില്ല, വോട്ടും ചെയ്യാറില്ല. ശരി, നിങ്ങൾ ഒരു പാർട്ടിക്കും കൊടി പിടിക്കണ്ട, ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ സർക്കാർ നികുതി കൂട്ടിയാൽ, അരിയുടെ വില കൂട്ടിയാൽ, പെട്രോളിന്റെ വില കൂട്ടിയാൽ, ട്രെയിൻ ചാർജ് കൂട്ടിയാൽ നിങ്ങൾ കൊടുക്കണം, കൊടുക്കേണ്ടി വരും. സർക്കാരുണ്ടാക്കുന്ന നിയമങ്ങൾ നാം അനുസരിക്കാൻ ബാധ്യതയുള്ളവരായി മാറും. അങ്ങനെയാണ് രാഷ്ട്രീയം നമ്മളിൽ ഇടപെടുന്നത്. രാഷ്ട്രീയത്തിൽ നമ്മൾ ഇടപെട്ടില്ലെങ്കിൽ രാഷ്ട്രീയം നമ്മളിൽ ഇടപെടുന്നത് അങ്ങനെയാണ്. ഒരു പാർട്ടിയുടെയും കൊടി പിടിക്കണ്ട, ഒരു രാഷ്ട്രീയത്തോടും നിങ്ങൾക്ക് താല്പര്യമില്ല. പക്ഷേ വീട്ടിൽ സ്വസ്ഥമായിരിക്കുകയാണെങ്കിൽ പോലും ഈ നിയമം അല്ലെങ്കിൽ നയങ്ങൾ നമ്മളെ പിടികൂടും. അപ്പൊ സ്വാഭാവികമായി നമ്മുടെ രാജ്യത്തിന്റെ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന സർക്കാർ നയങ്ങൾക്കെതിരായി പ്രതിരോധിക്കേണ്ടതിന്റെ മനസ്സുകൊണ്ടെങ്കിലും ഞങ്ങൾ അതിനെതിരാണ് എന്ന് ഓരോ മനുഷ്യനും പറയേണ്ടതിന്റെ ബാധ്യത വരുന്നത് അവിടെയാണ്. ആ ബാധ്യതയാണ് വരുന്നത്. നമ്മൾ വിശ്വസിച്ച പാർട്ടി അതിന്റെ വഴിയൊക്കെ കുഴപ്പമാണ്, ശരിയാണ്. അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മൾ കാണുന്നുണ്ട്, ഒരുപാട് ആളുകളെ കാണുന്ന വിഭാഗങ്ങളുണ്ട്, സ്വാഭാവികമാണ്. റഫീഖ് മേമുണ്ടയുടെ ഒരു കവിതയുണ്ട്. ആവേശം കൊണ്ട് ചിലർ ഇടത്തോട്ട് പോയി, അവർ തിരിച്ചു വന്ന് പറഞ്ഞു, ഞങ്ങളുടെ സ്വപ്നങ്ങൾ അവിടെയൊന്നും പ്രതിഫലിച്ചില്ല, അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു വന്നു. വേറെ ചില ആളുകൾ അറിയാതെയോ അറിഞ്ഞോ വലതുപക്ഷത്തേക്ക് പോയി, അവരും തിരിച്ചു പറഞ്ഞു, ഞങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെട്ടില്ല. ഒരു കുറേ ആളുകൾ മേൽപോട്ട് പോയി, അവരാരും തിരിച്ചു വന്നില്ല, അവരെ കാത്തിരിക്കുകയാണ് ഞങ്ങൾ എന്ന്. ഞങ്ങൾ ആ ഗണത്തിൽപ്പെട്ടവരാ. അവരെ കാത്തിരിക്കുകയാ. അവർ മുഖ്യമന്ത്രിയാവാനോ മന്ത്രിമാരാകാനോ MLA-മാരാകാനോ പഞ്ചായത്ത് മെമ്പറാകാനോ സഹകരണ ബാങ്കിലെ ഡയറക്ടർമാരാകാനോ അല്ല. ഈ രാജ്യത്തെ ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി, മനുഷ്യന്തസ്സോടുകൂടി മനുഷ്യർക്ക് ജീവിക്കാനുള്ളൊരു സാമൂഹ്യ സ്ഥിതി സൃഷ്ടിക്കുന്നതിന് വേണ്ടി പോരാട്ടത്തിൽ ഇറങ്ങിയ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടികൾ ഉണ്ടാകും, വീഴ്ചകൾ ഉണ്ടാകും. അതിൽ നിന്ന് പാഠം പഠിച്ച് മുന്നോട്ട് പോകണം എന്നതാണ്. അപ്പം നമുക്ക് ചില ആളുകളുടെ വിചാരം, ഈ ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനും കൂടി BJP അങ്ങ് പിടിച്ചു കഴിഞ്ഞപ്പോൾ BJP അടിവെച്ച് അങ്ങ് പോവുകയാണെന്നാണ്. BJP തിരുവനന്തപുരം പിടിച്ചു എന്ന് പറഞ്ഞാൽ അദാനി പിടിച്ചു എന്ന് മനസ്സിലാക്കുക.
വിഴിഞ്ഞം പോർട്ട് അദ്ദേഹത്തിൻ്റെയാണ്, തിരുവനന്തപുരം കോർപ്പറേഷൻ വിമാനത്താവളം അദ്ദേഹത്തിൻ്റെയാണ്. ഒരു ഭരണ സാന്നിധ്യം കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കരുനാഗപ്പള്ളി അടക്കമുള്ള പ്രദേശങ്ങളിൽ കിടക്കുന്ന കരിമണൽ അടക്കം തന്നെ വിദേശത്ത് ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ധാതു സമ്പത്തുകളുള്ള ഈ പ്രദേശത്ത് നിന്ന് അതുപോലും കടത്തിക്കൊണ്ടു പോകാൻ കഴിയാവുന്ന രൂപത്തിൽ അവരുടെ ആധിപത്യം, മൂലധനത്തിന്റെ ആധിപത്യം, രാജീവ് ചന്ദ്രശേഖരനിലൂടെ ആ ആധിപത്യം കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് തിരുവനന്തപുരം ഉണ്ടായത് എന്നുകൂടി നാം മനസ്സിലാക്കിയില്ലെങ്കിൽ അത് വെറും കേവലമായൊരു BJPയുടെ വിജയം മാത്രമായി കണ്ടാൽ ഈ മൂലധന താല്പര്യങ്ങൾ നമ്മൾ മറന്നുപോകും. BJP അങ്ങനെ ജയിച്ചു പോവുകയാണോ? 2024 140 കോടി ജനങ്ങളുണ്ട് നമ്മുടെ രാജ്യത്ത്. 100 കോടിയോളം വോട്ടർമാരുണ്ട്. 24-ലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എത്ര വോട്ട് കിട്ടിയെന്നറിയാമോ നിങ്ങൾക്ക്? 23,59,77,953. 24 കോടി വോട്ട് പോലും കിട്ടിയിട്ടില്ല. വോട്ട് ചെയ്തതിന്റെ 24 കോടി വോട്ട് പോലും BJPക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ അത് ആദ്യം തിരിച്ചറിഞ്ഞത് അവരാ. അതുകൊണ്ട് അവർക്ക് അവരുടേതായ സ്വേച്ഛാധിപത്യം. രാമനും കൃഷ്ണനൊക്കെ പറയുന്നത് വെറുതെയാണ് കേട്ടോ. ഇപ്പൊ നമ്മൾ ശബരിമല കണ്ടില്ലേ? വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. നല്ല ദൈവവിശ്വാസികൾക്ക് ദൈവത്തെ പേടിയുണ്ടാവും. നല്ല ദൈവവിശ്വാസികളാണെങ്കിൽ മുകളിലിരിക്കുന്ന ഒരാൾ ഞാൻ ചെയ്യുന്നൊക്കെ കാണുമെന്ന് പറയുന്ന ഉള്ളിലൊരു പേടിയുണ്ടാവും. ഇതൊരു കച്ചവടമാക്കി മാറ്റുന്ന ആളുകൾക്ക് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അത് എന്ത് ചെയ്താലും പ്രശ്നമില്ല. 91-ലെ ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് അവിടെ മുഖ്യ പൂജാരിക്ക് മാത്രം കടന്നു ചെല്ലാൻ കഴിയുന്ന ഒരു സ്വർണ്ണ ഉരുളി 91 പോയതാ, കിട്ടിയിട്ടില്ല ഇതുവരെ. ഇപ്പോ ഏതൊക്കെ തരത്തിൽ അയ്യപ്പന്റെ വിഗ്രഹം തന്നെ മാറ്റിയോ എന്നുള്ള പ്രശ്നം പോലും നമുക്കറിയില്ല. ഷേക്സ്പിയർ മഞ്ഞച്ചെകുത്താനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, സ്വർണത്തെക്കുറിച്ച്. മഞ്ഞച്ചെകുത്താൻ, ഈ മഞ്ഞച്ചെകുത്താന്റെ പ്രലോഭനത്തിൽപ്പെട്ട് വിശ്വാസം അവർക്കറിയാം. അതുകൊണ്ട് നല്ല വിശ്വാസിയാന്നൊക്കെ പറയുന്ന ആൾക്ക് ഒരു കുഴപ്പമില്ല. ഇതിനു മുൻപ് വലിയ പ്രശ്നം, ഒരു ഫ്ലാറ്റിൽ വെച്ച് വേറൊരു താന്ത്രിയെ പിടിച്ചു കഴിഞ്ഞപ്പോൾ ജസ്റ്റിസ് പരിപൂർണൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഏതെങ്കിലും താന്ത്രിക വിദ്യകൾ അറിയോ? ഒന്നും പറ്റില്ല, ഒന്നും അറിയില്ല എന്ന് ആ മനുഷ്യൻ പറഞ്ഞ് നമ്മൾ കേട്ടതാണ്. അപ്പം മനുഷ്യരുടെ ഇടയിലൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളെയൊക്കെ തന്നെ വലിയ തോതിൽ ഞാൻ അതിലേക്കും കടക്കുന്നില്ല, അതൊക്കെ ഉപയോഗിച്ച് പോകാൻ പറ്റുന്നൊരു സ്ഥിതിയുണ്ട്. അപ്പൊ രാമനും കൃഷ്ണനും അയ്യപ്പനും അതേപോലെയൊക്കെ തന്നെ ജനങ്ങളെ അവരുടെ ദുരിതങ്ങളും ദുഃഖങ്ങളും, നാം അമ്പലത്തിൽ പോയാൽ, പള്ളിയിൽ പോയാൽ, നിസ്കരിക്കാൻ പോയാൽ പ്രാർത്ഥിക്കുന്ന എന്താ? എൻ്റെ ദുഃഖം മാറണേ, എൻ്റെ ദുരിതങ്ങൾ മാറണേ എന്നാണ്, അല്ലേ? എവിടെ പോയാൽ എൻ്റെ ദുരിതവും ദുഃഖവും ഒക്കെ മാറണേ എന്നാണ്. സാമൂഹ്യ രംഗത്ത് മുതലാളിത്തവും ഭരണവർഗങ്ങളും സൃഷ്ടിക്കുന്ന സാമൂഹ്യ അരക്ഷിതാവസ്ഥയാണ് മനുഷ്യരെ വിശ്വാസങ്ങളിലേക്കൊക്കെ തള്ളി അങ്ങോട്ട് ആനയിക്കുന്നത് വ്യാപകമായ രൂപത്തിൽ. അപ്പൊ അങ്ങനെ ലോകം മുഴുവൻ തന്നെ മുതലാളിത്തത്തിന്റെ പ്രതിസന്ധിയുടെ ഭാഗമായി കോടാനക്കോടി വരുന്ന മനുഷ്യർ ദാരിദ്ര്യത്തിലേക്കും ദുഃഖങ്ങളിലേക്കും വീണു പോകുമ്പോ ലോകം മുഴുവൻ ഇപ്പൊ ഏറ്റവും കൂടുതൽ ലാഭമുണ്ടാക്കുന്ന ഒരു ബിസിനസ്സായി റിലീജിയസ് ടൂറിസം മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന കണക്ക്. ലോകം മുഴുവനുള്ള ഏറ്റവും വലിയ ലാഭമുള്ള ഒരു ബിസിനസ്സായി റിലീജിയസ് ടൂറിസം, മത ടൂറിസം മാറുകയാണ്. ലോകം മുഴുവൻ, ഇന്ത്യയിൽ മാത്രമല്ല, ലോകം മുഴുവൻ മാറുകയാണ്. ആ ലോകം മുഴുവൻ മാറുന്നതിനനുസരിച്ച് ആ പുതിയ പുതിയ ദൈവങ്ങളെ സൃഷ്ടിക്കുന്നു, പുതിയ മനുഷ്യ ദൈവങ്ങളെ ഉണ്ടാക്കുന്നു, ലോകം മുഴുവൻ പോവുകയാണ്. 1960-കളിൽ മുതലാളിത്തത്തിന്റെ പ്രതിസന്ധി വന്ന സമയത്താണ് യൂജിൻ പാറ്റേഴ്സൺ എന്ന് പറയുന്ന ഒരു ദൈവശാസ്ത്രജ്ഞൻ സാമ്രാജ്യത്വങ്ങളുടെയും അതിൻ്റെ ഘടനകളുടെയും ആ സംഘടന എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ പറഞ്ഞത്, ഇനി സാമ്രാജ്യത്വത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ ദൈവങ്ങൾ ആവശ്യമാണ്. ഇനി സാമ്രാജ്യത്വങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ദൈവങ്ങൾ ആവശ്യമാണ്. 60-കൾക്കും 70-കൾക്കും ശേഷം നമ്മൾ ഒരുപാട് ദൈവങ്ങളെ കണ്ടു. ആൾ ദൈവങ്ങളുടെ പരമ്പര ഇന്ത്യയിലും ലോകത്തെമ്പാടും ഉണ്ടായതും നമ്മൾ കണ്ടു. ഇപ്പോ അത് വലിയ തോതിൽ വന്ന് റിലീജിയസ് ടൂറിസമായി നമ്മുടെ കേരളത്തിലടക്കം അത് പ്രാക്ടീസ് ചെയ്യുന്ന രീതിയിലേക്ക് മാറുകയാണ്. അദാനിയും അംബാനിമാരും ഒക്കെ തടിച്ചു കൊഴുക്കുന്നു. 12 വർഷത്തെ ഭരണവും എന്ന് പറയുന്നത് അദാനിയും അംബാനിയും ലോകത്തെ 4-ാമത്തെയും 5-ാമത്തെയും പണക്കാരാക്കി മാറ്റുന്ന ഒരു ഭരണമുണ്ടായി. ചില ആളുകൾക്കൊരു സംശയമുണ്ട്, BJPയോ മോഡിയോ അഴിമതിയൊന്നും ഇല്ലാത്തൊരു ഭരണം, അഴിമതിയൊന്നും ഇല്ലാത്ത ഭരണം. ഇപ്പൊ CAG റിപ്പോർട്ട് ഒന്ന് പുറത്തു വന്നിട്ടുണ്ട്. പ്രധാനമന്ത്രി കൗശൽ യോജന, കുട്ടികളെ നൈപുണ്യ വികസനം ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും പഠിച്ച് ഏതെങ്കിലും ഒരു നൈപുണ്യം വന്നാൽ 500 രൂപ വെച്ച് കിട്ടും.
10,000 കോടി രൂപ അതിന് നീക്കിവെച്ചു. ഇതപ്പോൾ CAG റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ആ CAG റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്, ആ CAG റിപ്പോർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നിരിക്കുന്നത് ഈ ഞാൻ വോട്ടിൻ്റെ കാര്യത്തിലേക്ക് പിന്നെ വരാം. വോട്ടിലെ തട്ടിപ്പ് പോലെ തന്നെ 42,552 പേരുകൾ, 95 ലക്ഷം പേർക്ക് ഈ സർട്ടിഫിക്കറ്റ് കൊടുത്തു എന്നാണ് കണക്ക്. അത് ലക്ഷക്കണക്കിന് വരുന്ന ആളുകളുടെ പേരുകൾ ഇരട്ടിച്ചിരിക്കുന്നു. പലരുടെയും ഫോൺ നമ്പറും മെയിൽ ID ഒന്ന് തന്നെ, abc.com. ഇങ്ങനെയൊക്കെ ഉള്ള പരിപാടി. ഇത് CAG റിപ്പോർട്ടാണ്. പിന്നെ പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന് പറയുന്ന ഒരു പദ്ധതി, വീട് വെച്ച് കൊടുക്കുന്ന പരിപാടിയൊക്കെ, നമ്മുടെ ലൈഫ് മിഷൻ പദ്ധതിയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ചെറിയൊരു ശതമാനം തരുന്നവരുടെ മോഡിയുടെ ചിത്രമൊക്കെ വെക്കണം എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടായല്ലോ. ആ PM പദ്ധതി, അതിന് മുന്നോട്ട് വെച്ച 9,700 കോടി കുറച്ചേ ചിലവാക്കിയുള്ളൂ. ലോകത്ത്, ഇന്ത്യയിൽ വിവിധ നഗരങ്ങളിൽ 1000-ഓളം ടൗൺഷിപ്പുകൾ ഉണ്ടാക്കാം. 10 ലക്ഷം കോടി രൂപ നീക്കിവെച്ചു. 2,000 കോടിയാണ് ബാക്കി വെച്ചത്. ഈ പണം എവിടെ പോയി എന്ന് ആർക്കും അറിയില്ല. ഈ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിക്ക് വേണ്ടി നീക്കിവെച്ച പണം, ഇങ്ങനെ നാം പത്രങ്ങളിലൂടെ കാണുന്ന കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതി 10,000 കോടി, 9,000 കോടി, 8,000 കോടി, 10 ലക്ഷം കോടി എന്നൊക്കെ പറയുന്ന പദ്ധതി വരുമ്പോൾ 20%, 23% മാത്രം ചെലവഴിക്കുകയും ബാക്കി തുക എവിടെ പോയി എന്നറിയില്ല. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പോലുള്ള പരിപാടികൾ, അത് BJPയുടെ തന്നെ വെബ്സൈറ്റിൽ അതിലൂടെ പണം സമാഹരിച്ചതിനെ കുറിച്ചുള്ള വാർത്തകളും വരികയാണ്. ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. പുതിയ തരത്തിലുള്ള തട്ടിപ്പിന്റെ പുതിയ മാർഗങ്ങൾ കൊണ്ടുവരികയാണ്. 2019 ഞാൻ ഒരിക്കൽ ഇവിടെ പറഞ്ഞതാണ്, ഒന്നുകൂടി ആവർത്തിക്കണം. SIR കേരളത്തിൽ 24,103,000 പേരെ കേരളത്തിലെ SIRൽ നിന്ന് ഇപ്പോൾ പുറത്താക്കിയിട്ടുണ്ട്. 24,103,000 പേര് പുറത്താക്കിയിട്ടുണ്ട്. 2002 വോട്ടേഴ്സ് ലിസ്റ്റിലുണ്ടായ ആളുകൾക്ക് വരെ ഇപ്പോൾ മെമ്മോ വന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസും CPM-ഉം ലീഗും ഒക്കെ കൊടുത്ത കേസ് ഇന്നലെ സുപ്രീം കോടതി വന്നിട്ട് ഈ ലിസ്റ്റിൽ ഇല്ലാത്ത ആളുകളെ അത് പബ്ലിഷ് ചെയ്യണം എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ എങ്ങനെ ഈ ഏർപ്പാട് വന്നതെന്നറിയാം. അപ്പം നമ്മളോട് എല്ലാ ആളുകളും പറയുന്നത്, ഇന്ത്യൻ നിയമം അനുസരിച്ച് ആർട്ടിക്കിൾ 14 അനുസരിച്ച് ഇന്ത്യയിലെ എല്ലാ പൗരന്മാരും തുല്യരാണ്. എല്ലാ പൗരന്മാരും നിയമത്തിന് മുന്നിൽ തുല്യരാണ് എന്നൊരു വെപ്പാണ്. പക്ഷെ മോഡി 3 പേരെ ഈ 140 കോടി ജനങ്ങൾക്ക് മുകളിലായി അങ്ങ് പ്രതീക്ഷിച്ചു. 1950 മുതൽ 51, 52 കാലത്താണ് നമ്മുടെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയം വരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിച്ചിരുന്നത് കേന്ദ്ര ക്യാബിനറ്റാണ്. ആ കേന്ദ്ര ക്യാബിനറ്റ് അങ്ങനെ തീരുമാനിക്കുന്നതിനെതിരായിട്ട് ഒരുപാട്, നെഹ്റുവിൻ്റെ കാലത്തും ഇന്ദിരായുടെ കാലത്തും ഒക്കെ ഒരുപാട് കേസുകൾ വന്നു. ആ കേസുകൾ അതാത് കാലത്ത് അതൊന്നും ആരും ശ്രദ്ധിച്ചില്ല, അല്ലെങ്കിൽ അതാ സുപ്രീം കോടതിയോ ഒന്നും തന്നെ പരിഗണിച്ചില്ല. അങ്ങനെ ഈ എല്ലാ കേസുകളും കൂടി 2023 5-അംഗ ഭരണഘടനാ ബെഞ്ച് കേസ് പരിഗണിക്കാൻ വേണ്ടി എടുത്തത്. കൊടുത്ത ആളുകളൊക്കെ 5-8 രേഖകൾ ഉദ്ധരിച്ചിരുന്നു. 1975 ജസ്റ്റിസ് താർക്കുണ്ട കമ്മിറ്റി റിപ്പോർട്ട്, 1990 ദിനേശ് ഗോസ്വാമി കമ്മീഷൻ റിപ്പോർട്ട്, ഇന്ത്യയിലെ 2ാം ഭരണപരിഷ്കാര കമ്മീഷന്റെ 255-ാം റിപ്പോർട്ട്, ഇതൊക്കെ പരാമർശിച്ചാണ് എല്ലാ ആളുകളും കേസ് കൊടുത്തിരുന്നത്. ഈ കേസുകളെല്ലാം കൂടി പരിഗണിച്ച് KM ജോസഫിന്റെ അധ്യക്ഷതയിലുള്ള 5-അംഗ ഭരണഘടനാ ബെഞ്ച് ഒരു വിധി പ്രഖ്യാപിച്ചു. 2012 ജൂൺ 10 BJPയുടെ അന്നത്തെ നേതാവ് ലാൽകൃഷ്ണ അദ്വാനി അന്നത്തെ നമ്മുടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് ഒരു കത്ത് കൊടുത്തു. കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നേരിട്ട് നിയമിക്കുന്നത് തെരഞ്ഞെടുപ്പിന്റെ സുതാര്യത നഷ്ടപ്പെടുത്തും, അതുകൊണ്ട് അതിൽ മാറ്റം വരുത്തണമെന്ന് BJPക്കാരും അന്നത്തെ പ്രധാനമന്ത്രിക്ക് ഒരു കത്ത് കൊടുത്തിരുന്നു. ഇതെല്ലാം കൂടി പരിഗണിച്ച് 2023 5-അംഗ ഭരണഘടനാ ബെഞ്ച് ഒരു വിധി പ്രസ്താവിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും അടങ്ങുന്ന ഒരു സമിതി ആയിരിക്കണം തെരഞ്ഞെടുക്കേണ്ടത്. അത് സ്വാഭാവികമായി ഇന്ത്യ പോലുള്ള രാജ്യത്ത്
തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏറ്റവും സുതാര്യമായ ഒന്നാണ്. പക്ഷേ തൊട്ടടുത്ത മാസം തന്നെ മോഡി സർക്കാർ ആ 5 അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയെ മറികടക്കാൻ 2023 തന്നെ വേറൊരു നിയമം കൊണ്ടുവന്നു. അങ്ങനെ ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കി പ്രധാനമന്ത്രി നിശ്ചയിക്കുന്ന ഒരാളെ കൂടി. അപ്പൊ പ്രതിപക്ഷ നേതാവ് വന്ന 2-1 പ്രതിപക്ഷ നേതാവിന് ഡിസന്റ് നോട്ട് വരാം. ഇത്രയൊക്കെ നമുക്കറിയാം. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ആ പാസാക്കിയ നിയമത്തിൽ 16-ാം വകുപ്പ് എന്ന് പറയുന്നൊരു വകുപ്പ് എഴുതി ചേർത്തു. ആ 16-ാം വകുപ്പിൽ പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥന്മാർ അവരുടെ പ്രവൃത്തി കാലത്തോ ഇനി അവർ പ്രവൃത്തി വിട്ട് റിട്ടയർമെന്റ് ചെയ്തു പോയാലോ അവർക്കെതിരെ സിവിലോ ക്രിമിനലോ ആയ ഒരു നിയമവും കേസ് കൊടുക്കാൻ ആർക്കും അവകാശമില്ലാത്ത രൂപത്തിൽ ഈ 3 പേരെ ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും മേലെ നിയമത്തിന്റെ ഒരു പരിരക്ഷ കൊടുത്ത് നിങ്ങൾ എന്ത് തെമ്മാടിത്തരം ചെയ്താലും എന്ത് ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ചെയ്താലും നിങ്ങൾക്കെതിരായിട്ട് കേസ് കൊടുക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു 16-ാം വകുപ്പ് അവിടെ എഴുതി ചേർത്തു. 3 തെരഞ്ഞെടുപ്പ് നിയമത്തിന്റെ 3 ഭേദഗതികളിലൂടെയാണ് ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്ക് മോഡി സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ 1 വർഷം വരെ രേഖകൾ സൂക്ഷിച്ചു വെക്കണം എന്ന് പറയുന്നൊരു നിയമമുണ്ട്. 1961 നിയമം. 2 നിയമമാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് നിയമം. ജനപ്രാതിനിധ്യ നിയമം 1950-ലെയും 61-ലെയും 2 നിയമമാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പൗരത്വവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നിലനിൽക്കുന്ന നിയമം. അതിൽ 61-ലെ ഈ നിയമത്തിൽ പറയുന്ന അതനുസരിച്ച് 1 വർഷം വരെ ഇത് സൂക്ഷിക്കണം. അത് ഭേദഗതി ചെയ്ത് 45 ദിവസമാക്കി. വോട്ടവകാശത്തെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ ഏത് പൗരനും ആവശ്യപ്പെട്ടാൽ അത് രേഖകൾ കൊടുത്തുകൊള്ളണം. 93B എന്ന് പറയുന്ന ഒരു വകുപ്പ് 61-ലെ നിയമത്തിലുണ്ടായിരുന്നു. അതും ഭേദഗതി ചെയ്തു. നിങ്ങൾക്ക് ഒരവകാശവും ഇല്ലാത്ത രൂപത്തിൽ ഈ 3 നിയമ ഭേദഗതിയിലൂടെയാണ് തെരഞ്ഞെടുപ്പ് അട്ടിമറി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. 2019-ലെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 373 പാർലമെന്റ് മണ്ഡലത്തിൽ എണ്ണിയ വോട്ടും ചെയ്ത വോട്ടും തമ്മിൽ വ്യത്യാസം. 2020 ജനുവരി മാസത്തിൽ ദ ക്വിന്റ് എന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തിൽ അഗർവാൾ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു വലിയ ലേഖനം എഴുതി. ആ ലേഖനം 2019-ലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലുള്ള കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് 373 പാർലമെന്റ് മണ്ഡലത്തിൽ ചെയ്ത വോട്ടും എണ്ണിയ വോട്ടും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അഗർവാൾ ഒരു ലേഖനം എഴുതി. 2020 ജനുവരി മാസത്തിൽ ദ ക്വിന്റ് എന്ന് പറയുന്ന ഓൺലൈൻ പബ്ലിക്കേഷനിൽ ADR അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് എന്ന് പറയുന്ന സംഘടന ഈ കണക്ക് വെച്ചുകൊണ്ട് സുപ്രീം കോടതി കേസ് കൊടുത്തു. മെയ് 27-ാം തീയതി സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഇതിന്റെ വിശദീകരണം ചോദിച്ചു. ആ 27-ാം തീയതി തന്നെ ADR-നോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ കണക്ക് കിട്ടിയത് എന്ന് ചോദിച്ചു. അവരുടെ കയ്യിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കാണ്. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക് അവരുടെ ലഭ്യമുള്ളത് കൊണ്ട് രാത്രി തന്നെ അവർ മെയിൽ ചെയ്തു. ആ രാത്രി തന്നെ 2019 അതുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ഉണ്ടായിരുന്ന കണക്കുകൾ അപ്രത്യക്ഷമായി. 2019-ലെ തെരഞ്ഞെടുപ്പിൽ വെബ്സൈറ്റിൽ പാർലമെന്റിലോ അസംബ്ലിയിലോ പഞ്ചായത്തിലോ എവിടെ തെരഞ്ഞെടുപ്പ് നടന്നാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ കണക്കുകൾ ഉണ്ടാകും. ആർക്ക് വോട്ട് കിട്ടി, എത്ര വോട്ട് ചെയ്തു അടക്കമുള്ള കണക്കുകൾ ഉണ്ടാകുന്നത് അപ്രത്യക്ഷമായി. അത് ഭേദഗതി ചെയ്യാൻ വേണ്ടിയാണ് 61-ലെ നിയമത്തിൽ 91 നിയമം ഭേദഗതി ചെയ്ത് 45 ദിവസത്തിനുള്ളിൽ 1 വർഷമൊന്നും കാത്തു സൂക്ഷിക്കേണ്ട, അതങ്ങ് കളയാം എന്ന് പറയുന്ന നിയമനിർമ്മാണവും നടത്തി. മുഹമ്മദ് പ്രാച്ച എന്ന് പറയുന്ന ഒരു ഹരിയാനക്കാരൻ, അവിടെ പഞ്ചാബിനും ഹരിയാനയ്ക്കും ഒരു ഹൈക്കോടതിയാണ്, അവിടെ ഒരു കേസ് കൊടുത്തു. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ബൂത്ത് തലത്തിൽ വലിയ തട്ടിപ്പ് നടന്നിട്ടുണ്ട്, അതിന്റെ രേഖകൾ കിട്ടണം. ഡിസംബർ 9-ാം തീയതി അദ്ദേഹത്തിന് ഈ ഡോക്യുമെന്റ് മുഴുവൻ കൊടുക്കാൻ 92B എന്ന് പറയുന്ന 61-ലെ നിയമത്തിന്റെ അതനുസരിച്ചുണ്ടായിരുന്ന അവകാശം അനുസരിച്ചുകൊണ്ട് കോടതി ഉത്തരവിട്ടു. ഇദ്ദേഹത്തിന് ഡിസംബർ 24-ന് മുൻപ് ഈ രേഖകൾ കൊടുക്കണം. ഡിസംബർ 9-ാം തീയതി ഉത്തരവിട്ടു. ഡിസംബർ 24 വരെ കാത്തു നിന്നില്ല. ഡിസംബർ 20-ാം തീയതി തന്നെ ആ നിയമവും ഭേദഗതി ചെയ്തു. ഒരാൾക്കും അത് കൊടുക്കണ്ട. ഇനി ഇരട്ട ബലം കിട്ടാൻ വേണ്ടി RTA ആക്ട്, വിവരാവകാശ നിയമം,
ആ വിവരാവകാശ നിയമത്തിലുണ്ടായിരുന്ന 8(1)J ഭേദഗതി ചെയ്ത് 8(1)I എന്ന് പറയുന്നൊരു വകുപ്പുണ്ടാക്കി. ഏത് വിവരാവകാശ രേഖ അനുസരിച്ച് നിങ്ങൾ ഒരു ആവശ്യം ഉന്നയിച്ചാലും ഒരു വ്യക്തിക്ക് അവരുടെ സ്വകാര്യതയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും തരേണ്ടതില്ല, വിവരാവകാശ രേഖ അനുസരിച്ച് നിങ്ങൾക്കൊന്നും തരേണ്ടതില്ല എന്ന് പറയുന്ന വിവരാവകാശ നിയമത്തിലും ഒരു ഭേദഗതി വരുത്തി 2 പൂട്ട് ഇരട്ടപ്പൂട്ട് ഉണ്ടാക്കി. ഒരു അവകാശം ജനങ്ങൾക്ക് ഞങ്ങളുടെ എന്ത് ജനവിരുദ്ധ നടപടി എടുത്താലും അതിനെ ചോദ്യം ചെയ്യാൻ അറിയാനുള്ള മനുഷ്യന്റെ അവകാശത്തെ തന്നെ ഇല്ലായ്മ ചെയ്തു. 2024 എത്തിക്കഴിഞ്ഞപ്പോഴോ 4 പാർലമെന്റ് മണ്ഡലത്തിൽ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ഈ മാൽ പ്രാക്ടീസ് വന്നു. 4 പാർലമെന്റ് മണ്ഡലം ഒഴിച്ച എല്ലാ മണ്ഡലങ്ങളിലും ചിലയിടത്ത് കൂടുതൽ എണ്ണി, ചിലയിടത്ത് കുറവെണ്ണി. ഇപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിന്ന് ഇപ്പോഴും അത് മാഞ്ഞു പോയിട്ടില്ല കേട്ടോ, അവിടെ കിടക്കുന്നുണ്ട്, അതവിടെ കിടക്കുന്നുണ്ട്. ചില സ്ഥലത്ത് ചെയ്ത വോട്ടിനേക്കാൾ 2024 ചെയ്ത വോട്ടിനേക്കാൾ 5 കോടി വോട്ട് കൂടുതൽ എണ്ണി, ചെയ്തതിനേക്കാൾ 5 കോടി വോട്ട് കൂടുതൽ എണ്ണി. അങ്ങനെ പിടിച്ചെടുത്തതാണ്. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ആളുകൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നടന്നു. ചില പ്രതിഷേധങ്ങൾ, ഞങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ തെരുവിലൊക്കെ ഈ കൊള്ള നടന്നതിനെ കുറിച്ചൊക്കെ കേരളത്തിൻ്റെ തെരുവുകളിലൊക്കെ ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട് എന്നൊക്കെ പറയും. അതൊക്കെ ഒറ്റപ്പെട്ട ചില ശബ്ദങ്ങളായിരുന്നു. അഡ്വക്കേറ്റ് ബാനു പ്രതാപ് എന്ന് പറയുന്ന ഒരാൾ ഇതിനെതിരായിട്ട് EVM മെഷീനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ സമരങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായി. ഡൽഹിയിലൊക്കെ ഒരു വലിയ വിഷയങ്ങളൊക്കെ നടന്നു. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ വന്നു. പക്ഷേ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞപ്പോൾ കുറച്ചൊക്കെ കാര്യങ്ങൾ കുറേ കൂടി വ്യക്തതയോടുകൂടി വന്നു കഴിഞ്ഞപ്പോൾ 30 പാർലമെന്റ് സീറ്റ് ഇന്ത്യ സഖ്യത്തിന് കിട്ടുകയും 16 സീറ്റ് മാത്രം BJP കിട്ടുകയും 5 മാസം കഴിഞ്ഞ് നടന്ന തെരഞ്ഞെടുപ്പിൽ തൂത്തുവാരി BJP പോവുകയും ഒക്കെ ചെയ്തപ്പോൾ കണക്കുകളുടെ കളി കുറേയും കൂടി ആളുകൾക്ക് വ്യക്തമായി കഴിഞ്ഞപ്പോൾ വലിയ പ്രശ്നമായി, വലിയ വിഷയമായി. പിന്നെ രാഹുൽ ഗാന്ധി പത്രസമ്മേളനം നടത്തി അതിൻ്റെ ചില കാര്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവന്നു. 2 പത്രസമ്മേളനങ്ങളിലൂടെ ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം പുറത്തു കൊണ്ടുവന്നു. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഇമ്മ്യൂണിറ്റി കൊടുത്തിരിക്കുന്ന, നിയമപരിരക്ഷ കൊടുത്തിരിക്കുന്ന നിയമത്തെ ചോദ്യം ചെയ്ത് കോടതിയിൽ കേസ് നിലനിൽക്കുന്നുണ്ട്. സുപ്രീം കോടതി കേസൊക്കെ വരും. അതൊക്കെ അവിടെ ഇങ്ങനെ പാക്ക് ചെയ്ത് അവിടെ വയ്ക്കുകയാണ്. അർഹതപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ സുപ്രീം കോടതി പോലും പരിഗണിക്കാത്ത രൂപത്തിൽ വരികയാണ്. നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സോമോട്ടീവ് കേസ് എടുക്കേണ്ടതാ സുപ്രീം കോടതി, സോമോട്ടീവ് കേസ് എടുക്കേണ്ടതാ. പക്ഷെ അതൊന്നും ചെയ്യുന്നില്ല. ഞാൻ വീണ്ടും കേരളത്തിലേക്ക് വരിക. ഇവിടെ 24,103,000 വോട്ട് മാറ്റിയെന്ന് പറഞ്ഞില്ലേ, അതിൽ 5.5 ലക്ഷം വോട്ടും മാറ്റിയിരിക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ? BJP 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 1ാം സ്ഥാനത്ത് വന്ന 11 അസംബ്ലി മണ്ഡലം, 2ാം സ്ഥാനത്ത് വന്ന 9 അസംബ്ലി മണ്ഡലം. വട്ടിയൂർക്കാവിൽ 54,884 വോട്ട് വെട്ടിമാറ്റിയിരിക്കുക. 49,063 വോട്ട് നേമത്ത്. BJPയുടെ വ്യവസായ പ്രമുഖരായിരിക്കുന്ന പ്രസിഡന്റ് മത്സരിക്കാൻ BJP തീരുമാനിക്കുന്നതിന് മുൻപ് ഞാനാണ് നേമത്തെ സ്ഥാനാർത്ഥി എന്ന് പ്രഖ്യാപിച്ചു നമ്മുടെ മുതലാളി. ആ മുതലാളി പോകുന്നിടത്ത് 49,063 വോട്ട് വെട്ടിയിരിക്കുന്നു. വട്ടിയൂർക്കാവ് 43,384 വോട്ട് വെട്ടിയിരിക്കുന്നു. ഇങ്ങനെ കണക്ക്. 2ാം സ്ഥാനത്താണ് തിരുവനന്തപുരം. അവിടെ 58,834 വോട്ടാണ്. ശോഭാ സുരേന്ദ്രൻ മത്സരിക്കും എന്ന് പറയുന്ന കായംകുളത്ത് 17,733 വോട്ടാണ്. 11ഉം 9ഉം 20 സ്ഥലങ്ങൾ. ഇതിന്റെ പ്രത്യേകത എന്താ? ഇപ്പൊ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടന്നില്ലേ? ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 122 അസംബ്ലി മണ്ഡലം, അതിൽ 75 അസംബ്ലി മണ്ഡലങ്ങളുടെ കണക്ക് കൃത്യമായ രൂപത്തിൽ ഇപ്പൊ നമുക്ക് ലഭ്യമാണ്. അതിൽ ഔറംഗാബാദ് എന്ന് പറയുന്ന മണ്ഡലമുണ്ട്. 18,555 വോട്ട് SIRലൂടെ ഡിലീറ്റ് ചെയ്ത സ്ഥലത്ത് 6,571 വോട്ടിന് BJP ജയിച്ചു. BJPക്ക് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയത് 40,450 വോട്ട് ഉള്ള മോത്കാരി എന്ന് പറയുന്ന അസംബ്ലി മണ്ഡലമാണ്. അവിടെ
54,888 വോട്ടാണ് മാറ്റിയത്. ഏറ്റവും കുറവ് 161 വോട്ടിന് ജയിച്ച മണ്ഡലം 15,161 വോട്ട് അങ്ങോട്ട് വെട്ടിമാറ്റി. ഈ ജയിച്ച മണ്ഡലങ്ങളിൽ 75 മണ്ഡലങ്ങളിലും ബീഹാറിൽ 50,000 60,000 വെച്ച് വെട്ടിമാറ്റുക മാത്രമല്ല ചെയ്തത്, പകരം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് വരെ ലക്ഷക്കണക്കിന് ആളുകളെ അങ്ങ് ചേർത്തു. ഞാനിപ്പോൾ താമസിക്കുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ 24,472 വോട്ടാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് വെട്ടിമാറ്റിയത്. 1,19,000 വോട്ട് കൂടുതൽ അങ്ങ് ചേർത്തു. അങ്ങനെയാ സുരേഷ് ഗോപി തൃശ്ശൂർ ഇങ്ങ് എടുത്തത്. 1,19,000 വോട്ട് 24,000 വോട്ട് അങ്ങ് വെട്ടിമാറ്റി കഴിഞ്ഞപ്പോൾ 1,19,000 ചേർത്തു. ആളൊഴിഞ്ഞു കിടക്കുന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ ആളുകളെ ചേർത്തുകൊണ്ടിരിക്കുന്ന ഏർപ്പാടുകളൊക്കെ നടന്നു. ഇനിയിപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഈ 5.5 ലക്ഷം 24 ആണ്. ആ 24 ലക്ഷത്തിലാണ് 5.5 ലക്ഷം. ഇത് വെട്ടിമാറ്റിയതേ ഇപ്പൊ നമുക്ക് കണക്കുള്ളൂ. ചേർക്കാൻ പോകുന്നതോ അത് നമുക്ക് അറിയില്ല. ചേർക്കാൻ പോകുന്ന സമയത്താണ് ഇത് മുഴുവൻ തന്നെ ഞങ്ങളിങ്ങനെ വിജയിച്ചു പോവുക എന്ന് പറയുന്ന രൂപത്തിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ വെച്ച് നിയമപരിരക്ഷ കൊടുത്ത് അവരെന്ത് ഭരണഘടനാ വിരുദ്ധ പരിപാടി നടത്തിയാലും അവരെ ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന രൂപത്തിൽ ജനങ്ങളുടെ സമ്മതിദാനാവകാശം പിടിച്ചു വാങ്ങി കൃത്രിമമായി അധികാരം പിടിച്ചെടുക്കുന്ന തെരഞ്ഞെടുപ്പ് അട്ടിമറിയാണ് നമുക്ക് ചുറ്റും നടക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. 146 MP-മാരെ പുറത്താക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങള് 14 ജില്ലയിലും എല്ലാ പാർട്ടിക്കാരെയും, ഇടതുപക്ഷക്കാരെ മാത്രമല്ല UDF-കാരെയൊക്കെ വിളിച്ചു. ഇപ്പൊ ഞങ്ങള് മറ്റന്നാ മുതൽ ഈ SIR-മായി ബന്ധപ്പെട്ട് ജില്ലകളിൽ കൽപ്പറ്റയിൽ 18-ാം തീയതി ആരംഭിക്കുകയാണ്. എല്ലാ പാർട്ടിക്കാരെയും, എല്ലാ പാർട്ടി എന്ന് പറഞ്ഞാൽ SDPI, വെൽഫെയർ പാർട്ടി, BJP ഒഴിച്ച് UDF-ലും LDF-ലുമുള്ള എഴുത്തുകാർ, ചിന്തകരെ, അതേപോലുള്ള ആളുകളെയൊക്കെ തന്നെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ അട്ടിമറിക്കെതിരായിട്ടുള്ള ഒരു ക്യാമ്പയിൻ ആരംഭിക്കുകയാണ് 18-ാം തീയതി. എല്ലാ ജില്ലകളിലും ഇതുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണം മനുഷ്യർക്ക് ഇപ്പോഴും നമ്മുടെ ചുറ്റുപാടും നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു ബൂത്തിൽ 50-60 വോട്ടാ. ഒരു ബൂത്ത്, ഒരു വാർഡ് എന്ന് പറഞ്ഞ 2 ബൂത്ത് ഉണ്ടാവും. ആ 2 വാർഡിൽ നമുക്ക് അവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകർ, CPM ആവട്ടെ, കോൺഗ്രസ് ആവട്ടെ, നമുക്കറിയാത്ത ആരും അവിടെ ഉണ്ടാവില്ല. ഒരു ബൂത്ത്, 2 ബൂത്ത്, ഒരു വലിയ വാർഡാണെങ്കിൽ 2 ബൂത്താണ്. ആ ബൂത്തിൽ അറിയാത്ത മനുഷ്യരാരും ഉണ്ടാവില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മരണത്തിനും വിവാഹത്തിനും ഒക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മനുഷ്യരായിരിക്കും. അവിടെയാണ് 50 മുതൽ 60 വരെ ഒരു ബൂത്തിൽ നിന്ന് ആളുകളെ കാണാതായിരിക്കുന്നത്. ഇത് കണ്ടുപിടിക്കാൻ കഴിയാവുന്ന രൂപത്തിൽ ഇപ്പോൾ ദിവസമൊക്കെ നീട്ടിത്തരണം എന്ന് പറഞ്ഞ് സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറഞ്ഞിരിക്കുക. കേരളത്തിന്റെ ഡേറ്റ് ഒക്കെ നീട്ടിക്കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇന്ന് അധികാരത്തിന്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾ തെരഞ്ഞെടുക്കാത്തൊരു സർക്കാർ 2019 മുതൽ ഈ 8 സംസ്ഥാനങ്ങളിൽ ഭരിച്ചതും ഇങ്ങനെ തന്നെയാണ്, ജയിച്ചത് അങ്ങനെ തന്നെയാണ്. പിടിച്ചെടുക്കുകയാണ് ചെയ്യാത്ത വോട്ട്. അങ്ങനെയൊക്കെ ചെയ്തിട്ടുമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് 23,55,77,953 വോട്ട് മാത്രമാണ് കിട്ടിയത്. അപ്പൊ അവർക്ക് മനസ്സിലാവുകയാണ് അടുത്ത തവണ വീണ്ടും പ്രതിപക്ഷമൊക്കെ ഒന്നിച്ചു കഴിഞ്ഞാൽ ഈ കളി നടക്കില്ല. അപ്പോഴന്ന് എന്ത് ചെയ്യണം? ന്യൂനപക്ഷങ്ങൾ, അതുപോലെ തന്നെ പ്രതിപക്ഷത്തിന് വോട്ട് ചെയ്യുന്ന ആളുകളെയൊക്കെ തന്നെ അവിടെ നിന്ന് സിറിഞ്ച് വെച്ച് കളയുന്ന പോലെ വലിച്ചു കളഞ്ഞ് തങ്ങൾക്ക് മാത്രം വോട്ട് ചെയ്യാൻ കഴിയാവുന്ന രൂപത്തിൽ 3/2 ഭൂരിപക്ഷത്തോടു കൂടി ഇന്ത്യൻ ഭരണഘടന മാറ്റാൻ കഴിയാവുന്ന രൂപത്തിലുള്ള അധികാരം ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയെ തന്നെ മാറ്റിമറിക്കാൻ കഴിയാവുന്ന രൂപത്തിലുള്ള പരിപാടിയുമായി ബന്ധപ്പെട്ട് പോകുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് നടക്കുന്നത് എന്ന് ഗൗരവപൂർവ്വം നമ്മൾ ചിന്തിക്കണം. ഇനി മറ്റൊരു അപകടം കൂടിയിട്ട് ഡീലിമിറ്റേഷൻ എന്ന് പറയുന്ന ഒരു ഏർപ്പാട് കൂടി നിൽക്കുന്നുണ്ട്. 1976 ഇന്ദിരാഗാന്ധി വന്നപ്പോൾ 10 വർഷം ജനസംഖ്യാ കണക്കെടുപ്പ് അനുസരിച്ച് പാർലമെന്റിന്റെ അസംബ്ലിയുടെയും ഒക്കെ സീറ്റ് വിഭജനം നടത്തണം. ഇപ്പൊ 76 ഇന്ദിരാഗാന്ധി 25 വർഷത്തേക്ക് നീട്ടി. കാരണം എന്താ? കേരളം പോലുള്ള സ്ഥലങ്ങള് സർക്കാരൊക്കെ നിർദ്ദേശിച്ചതനുസരിച്ച് കുടുംബാസൂത്രണമൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ നമ്മുടെ ജനസംഖ്യ കുറഞ്ഞു. ഇതൊന്നും നടപ്പാക്കാത്ത സ്ഥലങ്ങളിലൊക്കെ ജനസംഖ്യ കൂടി. അപ്പൊ അതുകൊണ്ട് അത്തരം സംസ്ഥാനങ്ങളെ ശിക്ഷിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് 25 വർഷത്തേക്ക് നീട്ടി. 2001 വാജ്പേയി പ്രധാനമന്ത്രി, BJPയുടെ വാജ്പേയി പ്രധാനമന്ത്രി വന്നപ്പോൾ അതും 25 വർഷത്തേക്ക് നീട്ടി. ഈ വർഷം ആ ഡീലിമിറ്റേഷന്റെ പരിധി അവസാനിക്കാൻ പോവുകയാണ്. ഡീലിമിറ്റേഷൻ നടപ്പാക്കുകയാണെങ്കിലോ നമുക്ക് 20 പാർലമെന്റ് മണ്ഡലം ഉണ്ട്, നമുക്ക് 16 ചുരുങ്ങും. നമുക്ക് 16 പാർലമെന്റ്. തമിഴ്നാട് കുറയും, സൗത്ത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും കുറയും.
160 സീറ്റ് മുതൽ 84 സീറ്റ് വരെ, അത് സർക്കാരിന്റെ 2 കണക്കനുസരിച്ചാണ്. ഇന്ത്യയിലെ മൊത്തം ജനസംഖ്യ കണക്കെടുക്കുകയും അതിനെ വിഭജിക്കണോ അതോ ഒരു സ്റ്റേറ്റിലെ ജനസംഖ്യ മൊത്തം വിഭജിക്കണോ എന്ന് പറയുന്നത് അവരുടെ ലാഭത്തിന്റെ, അവരുടെ നേട്ടത്തിന്റെ കണക്കനുസരിച്ച് കേന്ദ്ര സർക്കാർ തീരുമാനിക്കും. അങ്ങനെ വരുമ്പോൾ 164 സീറ്റ് യു പിയിലുണ്ടാകും, വേറൊരു കണക്കനുസരിച്ച് 84 വരും. അങ്ങനെ മധ്യപ്രദേശിലും ഈ കൗ ബെൽറ്റ്സ് എന്ന് പറയുന്ന ഉത്തരേന്ത്യയിലെ സ്റ്റേറ്റ് കൊണ്ട് സൗത്ത് ഇന്ത്യ പൂർണ്ണമായി തന്നെ ആരും അവർക്കെതിരെ വോട്ട് ചെയ്താൽ പോലും ഇവർക്ക് എക്കാലത്തും ഭരിക്കാൻ കഴിയാവുന്ന രൂപത്തിലുള്ള നിയമനിർമ്മാണവും വരും. ജനാധിപത്യം അട്ടിമറിക്കുന്നതിൻ്റെ പുതിയ രീതിയാണ്. ജനാധിപത്യം അട്ടിമറിക്കുന്നതിൻ്റെ പുതിയ രീതി, പുതിയ പരീക്ഷണം നടപ്പാക്കുകയാണ്. ഇപ്പം നമ്മുടെ ചില ആളുകൾക്ക്, കമ്മ്യൂണിസ്റ്റുകാരായിട്ടും കേരളത്തിൽ നിൽക്കുന്ന ഇടതുപക്ഷക്കാർക്കൊക്കെ ഇപ്പോഴും നേരം വെളുത്തിട്ടൊന്നുമില്ല. അവർക്ക് ഇപ്പോഴും കോൺഗ്രസ് തന്നെ ശത്രു, കോൺഗ്രസ് തന്നെ കുഴപ്പമൊന്നുമില്ല. കോൺഗ്രസ് നേരം വെളുക്കുമ്പോഴേക്കും BJP ആയി മാറുന്നുണ്ട് പല സ്ഥലത്ത്, യാതൊരു സംശയമൊന്നുമില്ല. പക്ഷേ ഈ കോൺഗ്രസ് BJP തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, കോൺഗ്രസ് ഒരു ബൂർഷ്വാ പാർട്ടിയാണ്, BJP RSSന്റെ രാഷ്ട്രീയ മുഖമാണ്. ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഇന്ദിരാഗാന്ധിയെ ഒരു കാലത്ത് RSS പിന്തുണച്ച് ജയിപ്പിച്ചതാണ്. അവർക്ക് BJP തന്നെ വേണമെന്നില്ല എന്നർത്ഥം. അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വേണമെങ്കിലും അവർ കൈപിടിച്ചുയർത്തും. അവർക്ക് അവരുടേതായ ലക്ഷ്യങ്ങളിലേക്ക് മാറേണ്ട ഒരു സ്ഥിതിയാണ്. തെരുവുകളിൽ രാഷ്ട്രീയം പറയുന്നത് ഇപ്പോൾ അപ്രസക്തമായി കഴിഞ്ഞിരിക്കുക. യോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാർ അത് ചെയ്തു, CPMകാർ ഇത് ചെയ്തു എന്ന് പറയുന്ന അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ചെളിവാരി അറിയലിൻ്റെ അപ്പുറത്ത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, രാജ്യത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ജനങ്ങളോട് പറയേണ്ട ഉത്തരവാദിത്തം പോലും പലരും മറന്നു കഴിഞ്ഞിരിക്കുന്നു. സമൂഹത്തിൽ നിന്ന് രാഷ്ട്രീയം ഇങ്ങനെ സിറിഞ്ച് വെച്ച് വലിച്ചു കളയുമ്പോൾ അവിടേക്ക് വരുന്നത് വലതുപക്ഷ ആശയങ്ങളാണ്. ഇപ്പൊ BJP 14.7% വോട്ടേ ഉള്ളൂ, 14.7% വോട്ടേ ഉള്ളൂ. 25% എന്നൊക്കെയാണ് പുത്തിരിക്കണ്ടം മൈതാനത്ത് വന്ന് അമിത്ഷാ ഒരു യോഗമൊക്കെ വിളിച്ച് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് 25% ആക്കണം, 19% 25% ആക്കണം. അത് 14.7%. നമുക്ക് ആ 14.7% ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അഭിമാനിക്കാവുന്ന തരത്തിലാണോ? പതുക്കെ പതുക്കെ എത്ര പഞ്ചായത്തിൽ അവർക്ക് അധികാരമുണ്ട്? 941 പഞ്ചായത്തിൽ 30 പഞ്ചായത്തേ ഉള്ളൂ, ശരി. ഒരു ജില്ലാ പഞ്ചായത്തിലും ഇല്ല, ശരി. പക്ഷെ നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങൾ എന്താ? എടശ്ശേരി എന്ന് പറയുന്ന മലയാളത്തിലെ പ്രമുഖനായ കവി എഴുതി, ഈ തറവാടിത്ത ഘോഷണത്തോളം ഇത്ര വൃത്തികെട്ടൊരാചാരമില്ല ഊരിൽ. ഈ തറവാടിത്ത ഘോഷണത്തെ പോലെ ഇത്ര വൃത്തികെട്ടൊരാചാരമില്ല ഊരിൽ. 19 വർഷം മുൻപാ എടശ്ശേരി എഴുതിയത്. ഇപ്പം എന്താ നടക്കുന്നത്? ഓരോ കുടുംബങ്ങളും, ഓരോ വീട്ടുപേരുള്ള കുടുംബങ്ങളും അവരുടെ കുടുംബയോഗങ്ങൾ കേരളം മുഴുവൻ വ്യാപകമാകുന്ന രൂപത്തിൽ ജാതി കൂട്ടായ്മകളുടെ പരമ്പര ഉണ്ടാകുക. എടശ്ശേരി എത്രയോ കാലം മുൻപ് പറഞ്ഞ ഈ ഇത്ര വൃത്തികെട്ട ആചാരമില്ല ഊരിൽ എന്ന് പറയുന്ന ആ തറവാടിത്ത ഘോഷണം പുതിയ രൂപത്തിൽ കടന്നു വരികയാണ്. അവിടെ ഏതെങ്കിലും ഒരു വിഷമുള്ള ഒരാൾ ഒരു നിലപാട് മുന്നോട്ട് വെച്ചാൽ അത് അതിനുള്ളിലേക്ക് വരികയാണ്. എക്കോ ചേമ്പേഴ്സ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസമുണ്ട്. നമുക്ക് കേൾക്കേണ്ടത് മാത്രം നമ്മുടെ ചെവിയിലേക്ക് വരിക, ഒരു എതിർ ശബ്ദം പോലും കേൾക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് എക്കോ ചേമ്പേഴ്സിൽ മനുഷ്യരെ അടയ്ക്കുക. ഈ കുടുംബ യൂണിറ്റുകളിലും അതുപോലെ പ്രദേശങ്ങളിലൊക്കെ തന്നെ സംഘപരിവാറിന്റെ അജണ്ടകൾ, അവർ സെറ്റ് ചെയ്യുന്ന അജണ്ടകൾ, ആ അജണ്ടകൾ വെച്ചുകൊണ്ടുള്ള വാട്സപ്പ് മെസ്സേജുകൾ വ്യാപകമായ രൂപത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഇടതുപക്ഷം ഒരു കാലത്തും ചെയ്യാൻ പറ്റാത്ത ഒരു പരിപാടിയാണ് മനുഷ്യന്റെ സംഗമം, തൊഴിലാളികളുടെ സംഭവം, കർഷകരുടെ സംഭവമൊക്കെയാണ് കമ്മ്യൂണിസ്റ്റുകാർ നടത്തുന്നത്. അതിനുശേഷം സഖാവ് പിണറായിയുടെ നേതൃത്വത്തിൽ പന്തളത്തൊരു ആഗോള അയ്യപ്പ സംഗമം നടത്തി. ആഗോള അയ്യപ്പ സംഗമം നടത്തി കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും UDFകാർ ഒരു വിശ്വാസ സംഗമം നടത്തി. പിന്നെ BJPക്കാർ വേറൊരു സംഗമവും നടത്തി. സംഗമമൊക്കെ നടത്തി ചെറിയ വാർത്തയായിപ്പോയി. പിന്നെ നിങ്ങൾ ആരെങ്കിലും കേട്ടോ? കഴിഞ്ഞ ഒക്ടോബർ 7-ാം തീയതി മുതൽ 21-ാം തീയതി വരെ അഭിനവ കേരളമല്ല വേണ്ടത്, പ്രാചീന കേരളമാണ് വേണ്ടത് എന്ന് പറയുന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അങ്ങ് കാസർഗോഡ് നിന്ന് ശ്രീനാരായണ ഗുരു അങ്ങ് മംഗലാപുരത്ത് സ്ഥാപിച്ചിരുന്ന ആ ക്ഷേത്രത്തിന്റെ മുറ്റത്ത് നിന്ന് അഭിനവ കേരളമല്ല വേണ്ടത്, പ്രാചീന കേരളമാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് സന്യാസിമാരുടെ ഒരു യാത്ര കടന്നുപോയി കേരളത്തിലൂടെ. അഭിനവ കേരളമല്ല വേണ്ടത്, പ്രാചീന കേരളം. പ്രാചീന കേരളം എന്തായിരുന്നുവെന്നാണ്
ചൂരനാട് രക്തസാക്ഷികൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കുളത്തിൽ നിന്ന് മത്സ്യം പിടിക്കാൻ പോലും മനുഷ്യർക്ക് അവകാശമില്ലാതിനെതിരായിട്ടുള്ള പോരാട്ടമാണ്. പട്ടിക്കും പൂച്ചയ്ക്കും നടക്കാൻ കഴിഞ്ഞിരുന്ന വഴികളിലൂടെ മനുഷ്യന് നടക്കാൻ കഴിയാതിരുന്ന ഒരു കാലത്തെ വെട്ടി 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 മാറ്റിയാണ് സൂര്യപ്രകാശം കിടക്കുന്ന രൂപത്തിൽ വൈലോപ്പള്ളി എഴുതിയതുപോലെ മനുഷ്യരായി ജീവിക്കാൻ കഴിയാവുന്ന നാഗം തീർത്ത കേരളമേ, നാഗം എന്ന് പറയുന്ന സ്വർഗം തീർത്ത കേരളമേ, പൂക്കളത്തിൽ പൂനിര പോലെ മനുഷ്യർ, പൂക്കളത്തിൽ പൂനിര പോലെ മനുഷ്യർ ജാതി മത ഭേദമില്ലാതെ തിങ്ങിപ്പാർക്കുന്ന ഈ കേരളം സൃഷ്ടിച്ചെടുത്തു. ഓണത്തിനൊക്കെ പൂക്കളമിടില്ലേ? ആ പൂക്കളത്തിലെ പൂനിര പോലെ അത് ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിൽ, അത്രമാത്രം രൂപത്തിൽ എന്തൊക്കെ പരിമിതി ഉണ്ടെങ്കിലും, ഏത് കോൺഗ്രസ്സുകാർ ഭരിച്ചാലും ഇടതുപക്ഷക്കാരൻ ഭരിച്ചാലും കേരളത്തിന്റെ മതനിരപേക്ഷത എന്ന് പറയുന്ന ഒരു മണ്ണ് 1883 തന്നെ സമത്വ സമാജം ഉണ്ടാക്കിക്കൊണ്ട് വൈകുണ്ഠസ്വാമികൾ ആരംഭിച്ച 1888 അരുവിപ്പുറം പ്രതീക്ഷയിലൂടെ, പിന്നെ വൈകുണ്ഠസ്വാമികളിലൂടെ, ഇഷ്ടം പോലെ സഹോദരൻ അയ്യപ്പനിലൂടെ, ഒക്കെ തന്നെ ശ്രീനാരായണ ഗുരുവിലൂടെ, അയ്യങ്കാളിയിലൂടെ ഒക്കെ തന്നെ വന്ന് സഖാവ് പി കൃഷ്ണപിള്ള സമത്വത്തിന്റെ സന്ദേശം ഉയർത്തുന്ന ചെങ്കൊടി ഈ കേരളത്തിന്റെ മണ്ണിൽ കുത്തി ചെലുത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തിനും ഇല്ലാത്ത രൂപത്തിൽ വൈലോപ്പള്ളി പറഞ്ഞതുപോലെ ഈ പൂക്കളത്തിൽ പൂനിര പോലെ ജാതി മതഭേദമന്യേ നാഗം തീർത്ത കേരളമേ, സ്വർഗം തീർത്ത കേരളമേ എന്ന് പറയുന്ന രൂപത്തിൽ ഒരു നാട് വന്നത്. ഈ നാടിനെ വീണ്ടും പ്രാചീന കേരളമാക്കുക. എന്താ പ്രാചീന കേരളം? ഞാൻ പലപ്പോഴും ഇവിടെ പറഞ്ഞിട്ടുള്ളതാ. നമുക്ക് അയ്യങ്കാളിയുടെ കാര്യം പറയുമ്പോൾ പഞ്ചമിയെ കുറിച്ചറിയാം, സ്കൂളിൽ പോകാൻ അവകാശം ഉണ്ടായിരുന്നില്ലാത്ത കുട്ടിയെ കുറിച്ചറിയാം. ഈഴവർക്ക് പശുവിനെ കറക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല, ആറുകാലിൽ പന്തലിടാൻ അവകാശം ഉണ്ടായിരുന്നില്ല, സദ്യക്ക് പപ്പളം വിളമ്പാൻ അവകാശം ഉണ്ടായിരുന്നില്ല, സ്വർണം ധരിക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല, ഓടുമേയാൻ അവകാശം ഉണ്ടായിരുന്നില്ല. ഒരു മനുഷ്യാവകാശം ദളിതരുടെ കാര്യം പോട്ടെ, ഈഴവരായ ആളുകൾക്ക് പോലും ഉണ്ടായിരുന്നില്ല. ഈഴവരുടെ അവകാശം പോലും ഉണ്ടായിരുന്നില്ല. പത്തും പുലയും ആചരിക്കുന്നതിൻ്റെ പേരിൽ കലാപമുണ്ടായ നാടാണിത്. ശ്രീനാരായണ ഗുരു ഈ 16 അടിയന്തരം നടത്തി ഈഴവ കുടുംബങ്ങൾ മുഴുവൻ നശിച്ചു പോയപ്പോൾ പത്തും പുലി ആചരിക്കാൻ പറഞ്ഞു. വലിയ കലാപം ഉണ്ടായി. തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിലാണ് ആദ്യത്തെ കലാപം ഉണ്ടായത്. അവിടെ ഒരു കൊച്ചുകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാള്, മേനോത്ത് പറമ്പിൽ കൊച്ചുകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാൾ മരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ മക്കള് പത്തും പുലി ആചരിക്കാൻ തീരുമാനിച്ചു. പത്തും പുലി ആചരിക്കുമ്പോൾ ബ്രാഹ്മണർക്ക് മാത്രമേ പത്തും പുലി ആചരിക്കാനുള്ള അവകാശമുള്ളൂ. ഈഴവനും നായർക്കും അതിന് അവകാശമില്ല. സാക്ഷാൽ മന്നത്ത് വൽപ്പനാവൻ തൻ്റെ അമ്മാവ് മരിച്ചു കഴിഞ്ഞപ്പോൾ പത്തും പുലി ആചരിച്ചു. ഇപ്പോൾ NSSന്റെ ആസ്ഥാനം ഇരിക്കുന്ന ചങ്ങനാശ്ശേരിയിൽ അവിടുത്തെ അമ്പലത്തിൽ അദ്ദേഹം ഒന്ന് തൊഴാൻ പോയി. ആ തൊഴാൻ പോയതിന് അദ്ദേഹത്തിനെതിരെ കേസുണ്ടായിരുന്നു. പത്തും പുലി ആചരിക്കുക. ഈഴവർ മാത്രമല്ല, നായന്മാരും പത്തും പുലി ആചരിക്കുന്നതിന് വരെ പ്രശ്നമുണ്ടായി. ഓരോന്നും പടവെട്ടിയാണ് ഈ അഭിനവ കേരളം ഉണ്ടായത്. നമുക്ക് പല വിശ്വാസം, പല പാർട്ടിക്കാർ ഒക്കെ ആകാം. കാവിക്കൊടി പിടിക്കുന്നവരുണ്ടാവാം, മൂവർണ്ണ കൊടി പിടിക്കുന്നവരുണ്ടാവാം, ചെങ്കൊടി പിടിക്കുന്നവരുണ്ടാവാം, രാഷ്ട്രീയമില്ലാത്തവരുണ്ടാവാം. പക്ഷേ നമ്മൾ മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എന്തൊക്കെ അഭിപ്രായ ഭേദങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഒന്നായി നിൽക്കുന്ന ഈ മണ്ണ്, അതിനെ പതുക്കെ മാറ്റി തീർക്കുന്നതിന് വേണ്ടി പ്രാചീന കേരളം മതി എന്ന് പറഞ്ഞ ഒരു ജാഥ കടന്നു പോയതിൻ്റെ പിന്നാലെയാണ് 18-ാം തീയതി ഇപ്പോൾ തിരുനാവായിൽ കുംഭമേള. ഹിന്ദു വിശ്വാസമനുസരിച്ച് 2 വിശ്വാസ പ്രമാണം അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് പാലാഴി മഥനം കഴിഞ്ഞപ്പോൾ അമൃത് കൊണ്ട് അസുരന്മാരും ദേവന്മാരും തമ്മിലുള്ള യുദ്ധം ഉണ്ടായി. അപ്പോൾ ഇന്ദ്രൻ്റെ പുത്രൻ ജയന്തൻ അദ്ദേഹം ഈ അമൃതും കൊണ്ട് ഓട്ടത്തിനിടയിൽ മറ്റൊരു പിന്നാലെ വരികയാണ് ഇത് തട്ടിയെടുക്കാൻ. ഓട്ടത്തിനിടയിൽ 4 സ്ഥലത്ത് വിശ്രമിച്ചു. പ്രയാഗ, ഉജ്ജയിൻ, നാസിക്, ഇങ്ങനെ 3-4 സ്ഥലത്ത് വിശ്രമിച്ചു. ആ വിശ്രമിച്ച സ്ഥലങ്ങളാണ് പുണ്യസ്ഥലം എന്ന് പറയുന്ന കുംഭമേളയെക്കുറിച്ച് ഒരു വിശ്വാസമുണ്ട്. മറ്റൊന്ന്, ദേവലോകത്ത് വൈഷ്ണവരും ശൈവരും ശിവനും വിഷ്ണുവും ഒക്കെ തമ്മിൽ വലിയ ഏറ്റുമുട്ടലുണ്ടായി. ബ്രഹ്മാവ് ആരാണ് വലിയ ആളെന്നുള്ള തർക്കമുണ്ടായി. അപ്പോൾ ശിവന് ദേഷ്യം വന്നു കഴിഞ്ഞപ്പോൾ ശിവൻ ബ്രഹ്മാവിൻ്റെ ഒരു തലയെടുത്ത് അറുത്തു മാറ്റി. വലിയ പ്രശ്നമായി, വലിയ കുഴപ്പമുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് ബ്രഹ്മാവ് ശപിച്ചു, 1000 കണക്കിന് വർഷം നീ
നാട് മുഴുവൻ അലഞ്ഞു വരട്ടെ എന്ന് പറഞ്ഞ് ശിക്ഷിച്ചു. അങ്ങനെ അലഞ്ഞു നടക്കുന്നതിൻ്റെ വേറൊരു പുരാണമുണ്ട്. ഞാൻ അതിൻ്റെ മറ്റു കാര്യങ്ങളൊന്നും പോകുന്നില്ല. അപ്പം ഈ 4 സ്ഥലങ്ങളാണ് കുംഭമേളയുമായി. പ്രയാഗിലാണ് മഹാകുംഭമേള നടത്താനുള്ള ഏക സ്ഥലം. കേരളത്തിൽ അങ്ങനെ ഒരു സ്ഥലം അല്ലെങ്കിൽ അത് ആചാരവുമായി അനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട ഒന്നുമില്ല. ഇപ്പോൾ അവിടേക്കും വരികയാണ്. അപ്പോൾ അവിടേക്ക് വരുന്നതിന് നേരത്തെ പറഞ്ഞ പരിപാടി പതുക്കെ പതുക്കെ ഇങ്ങനെ വരികയാണ്. നമുക്ക് ഇപ്പോൾ കർക്കിടക മാസം ഇല്ലാതെ പോയില്ലേ, രാമായണ മാസമാണ്. ഇതെങ്ങനെ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും പറഞ്ഞതാണ്. പക്ഷേ ഈ വർത്തമാന സാഹചര്യത്തിൽ അത് വീണ്ടും കൂടി ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. 1980 അമേരിക്കയിൽ വാഷിങ്ടണിൽ IDRF എന്ന് പറയുന്ന ഒരു സംഘടനയുടെ നേതൃത്വത്തിൽ ഒരു CIA ഒരു പുത്രികാ സ്ഥാപനമാണ്. അവിടെ ഒരു യോഗം നടന്നു. ആ യോഗത്തിൽ അവർ പറഞ്ഞു ഇന്ത്യയിൽ 3000-ഓളം ആരാധനാലയങ്ങൾ തർക്ക പ്രശ്നമാക്കണം. 81 വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സാർവദേശീയ സമ്മേളനം അതേ സ്ഥലത്ത് നടന്ന് ഈ സംഘടന പറഞ്ഞ അതേ അജണ്ട 81 അവരെ ഏറ്റെടുത്തു. 81 തന്നെ നമ്മുടെ കൊല്ലത്ത് മൈനാഗപ്പള്ളിയിൽ അമൃതാനന്ദമയി മിഷൻ രൂപം കൊണ്ടു. 82 ഏപ്രിൽ 4 മുതൽ വിശാല ഹിന്ദു സമ്മേളനം നടന്നു കൊച്ചിയിൽ. ജൂൺ 10 ഈ വിശാല ഹിന്ദു സമ്മേളനത്തിന്റെ സംഘാടകർ ദക്ഷിണ ഹിന്ദി പ്രചാര സഭയുടെ ഹാളിൽ MR ശ്രീനിവാസന്റെ അധ്യക്ഷതയിൽ ഒരു യോഗം ചേർന്ന് രാമായണ മാസം കർക്കിടകത്തെ രാമായണ മാസമാക്കി മാറ്റണം എന്ന് തീരുമാനിച്ചു. മാധവ്ജി എന്ന് പറയുന്ന RSSന്റെ ഒരു താത്വികാചാര്യന്റെ നേതൃത്വത്തിൽ ആലുവയിൽ ഒരു താന്ത്രിക പീഠം സ്ഥാപിച്ചു, പൂജാരിമാരെ പരിശീലിപ്പിക്കാൻ. പിന്നെ അയ്യപ്പ സേവാ സംഘം ഇങ്ങനെ പരിപാടി പതുക്കെ 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 ഇങ്ങനെ വന്നു. ആളുകൾ ആരും അന്ന് TK രാമേന്ദ്രൻ എന്ന് പറയുന്ന ഒരു ക്രാന്തദർശിയായ ഒരു മാർക്സിസ്റ്റ് ചിന്തകൻ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, കേരളത്തിൽ രാഷ്ട്രീയ ഇടതുപക്ഷം പ്രബലമാണെങ്കിലും സാംസ്കാരിക ഇടതുപക്ഷം ദുർബലമാണ്. രാഷ്ട്രീയ ഇടതുപക്ഷം ജയിക്കുന്നുണ്ട്, അധികാരത്തിൽ വരുന്നുണ്ട്, പഞ്ചായത്തുകൾ സംസ്ഥാന ഭരണമില്ലെങ്കിലും പഞ്ചായത്തുകളിൽ മഹാഭൂരിപക്ഷമൊക്കെ ഭരിക്കുന്നുണ്ട്. പക്ഷേ രാഷ്ട്രീയ ഇടതുപക്ഷം പ്രബലമാണെങ്കിലും സാംസ്കാരിക ഇടതുപക്ഷം ദുർബലമാണ്. 85 ചിന്ത രവി എന്ന് പറയുന്ന മറ്റൊരു ചിന്തകൻ, അന്ന് ഞങ്ങളൊക്കെ അടങ്ങുന്ന ഇതിൻ്റെ അപകടമൊക്കെ മനസ്സിലാക്കിയ ആളുകളെല്ലാം കൂടി ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിരുന്നു. കലാവിമർശനം ഒരു മാർക്സിസ്റ്റ് മാനദണ്ഡം. സച്ചിദാനന്ദനും TK രാമേന്ദ്രനും ചിന്താ രവിയും ഒക്കെ അടങ്ങുന്ന ആളുകൾ നീള പബ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആമുഖത്തിൽ ചിന്താ രവി ഒരു ലേഖനം എഴുതി. അദ്ദേഹം പറഞ്ഞു, കേരളത്തെ ഫണ്ടമെന്റലിസത്തിന്റെ വിഷപ്പുക മൂടുകയാണ്. അന്ന് RSSന്റെ ശാഖകൾ കേരളത്തിന്റെ തെരുവിലേക്ക് വന്നിട്ടില്ല. പൊങ്കാലടുപ്പുകൾ കേരളത്തിന്റെ തെരുവുകളിൽ പുക കൊണ്ട് മൂടിയിട്ടില്ല. ആൾദൈവങ്ങളുടെ പരമ്പര ഇങ്ങനെ ഉണ്ടായിട്ടില്ല. ഇത് വരുന്നതിന് 80-ലാണ്. പക്ഷേ ആനപ്പുറത്തിരിക്കുന്നവർക്ക് അപ്പോഴും കാര്യമൊന്നും മനസ്സിലായില്ല. നമ്മളിങ്ങനെ നമുക്കിപ്പോൾ 5 വർഷം കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന്റെ ഭരണമൊക്കെ വരും. ഈ അടിയിലൂടെ വെള്ളം കയറുന്ന ഈ പരിപാടികളെ ഏതൊക്കെ തരത്തിൽ പ്രതിരോധിക്കേണ്ടതുണ്ട് എന്ന ഒരു ചിന്തയും ആർക്കും ഒന്നും ഉണ്ടായില്ല. ഇപ്പോഴും ഉണ്ടായിട്ടില്ല കേട്ടോ, ഇപ്പോഴും ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോകുന്ന സമരസപ്പെട്ടു പോകുക എന്ന് പറയുന്ന ഒന്നാണ്. MN വിജയമാഷ് പറഞ്ഞു, ഈ ഇടതുപക്ഷത്തിന് പറ്റിയ ഏറ്റവും വലിയ വീഴ്ച എന്ന് പറയുന്നത് ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലുള്ള അതിർവരമ്പ് മാച്ചു കളഞ്ഞതാണ് ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ വീഴ്ച എന്ന് പറഞ്ഞു. ഇപ്പൊ ചില ആളുകൾ പറയില്ലേ, എന്തെങ്കിലും ആളുകളുടെ ഏതെങ്കിലും കേസിന് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കാലത്ത് അത് ചെയ്തില്ലേ, നിങ്ങളുടെ കാലത്ത് അതുണ്ടായില്ലേ. രാഹുൽ MLA, കോൺഗ്രസിന്റെ MLA ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അപ്പൊ പറയും നിങ്ങളുടെ ആളുകൾ ഉണ്ടായില്ലേ. അഴിമതിയുടെ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആളുകൾ ഉണ്ടായില്ലേ, നിങ്ങളുടെ ആളുകൾ ഉണ്ടായില്ലേ, ഞങ്ങളുടെ ആളുകൾ ഉണ്ടായില്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടും തുല്യമാണ് എന്നാണ്. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ ഇടതുകാല ഏതാവോ വലതുകാല ഏതാവോ അറിയാതെ അമ്പരന്നിരിപ്പു, ഇടതുകാല ഏതാവോ വലതുകാല ഏതാവോ അറിയാതെ അമ്പരന്നിരിപ്പു എന്ന് പറയുന്ന രൂപത്തിലേക്ക് ഇടതുപക്ഷ വിഭാഗങ്ങളെ പോലും തള്ളി മാറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പതുക്കെ പതുക്കെ ഇങ്ങോട്ട് കടന്നു വരികയാണ്. നേരത്തെ പറയുന്ന ഒരു രൂപത്തിൽ കാര്യങ്ങളൊക്കെ തന്നെ പ്രാചീന കേരളമാക്കി മാറ്റുക എന്ന് പറയുന്ന മനുഷ്യന് ശ്രീനാരായണ ഗുരുവിന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ SNDPയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സാക്ഷാൽ കുമാരനാശാന് പന്തിയിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നു. 100 കണക്കിന് ജാതിയായിരുന്നു SNDP രൂപീകരിച്ചപ്പോഴും. SNDP താഴ്ന്ന ഈഴവനായിരുന്നു SNDP സെക്രട്ടറി ആയിരുന്ന
ചെറിയ സ്വാമി, ചിന്നസ്വാമി എന്നറിയപ്പെട്ടിരുന്ന കുമാരനാശാൻ വലിയ സമ്പന്നന്റെ സദ്യയിൽ നിന്ന് അദ്ദേഹത്തിന് ഇറങ്ങിപ്പോകേണ്ടി വന്നു. അതായിരുന്നു കേരളം. ആ കേരളത്തെയാണ് നമ്മൾ മാറ്റിമറിച്ചിട്ട് ഇനി പ്രാചീന കേരളത്തിലേക്ക്. അപ്പൊ തിരുവനന്തപുരത്ത് ഒരു BJP മേയർ ഉണ്ടായി കഴിഞ്ഞപ്പോഴേക്കും കൊച്ചി രാജാവിന്റെ ചിത്രം അവിടെ തിരിച്ചെത്തിക്കഴിഞ്ഞിരിക്കുന്നു. പ്രാചീന കേരളത്തിലേക്കുള്ള പ്രയാണത്തിന്റെ പരിപാടികൾ പതുക്കെ ആരംഭിക്കുകയാണ്. ഇത് കണ്ണു തുറന്ന് കാണാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ അപകടകരമായ ഒരു സ്ഥിതിയിലേക്ക് പോകും. മനുഷ്യരെന്നുള്ളേക്ക് നമുക്കുള്ള അവകാശത്തിന്റെ ധ്വംസനത്തിലേക്ക് പോകും. സ്വാഭാവികമായി നമ്മൾ ശൂരനാട് രക്തസാക്ഷികളെ ഓർമ്മിക്കുമ്പോൾ ഈ പ്രാചീന കേരളത്തിലേക്ക് പോകണമോ അതോ അഭിനവ കേരളത്തെ ഇന്നുള്ള പ്രതിസന്ധിയിൽ നിന്ന് അത് മറികടന്നു പോകണമോ? കേരളം വലിയ പ്രതിസന്ധി നേരിടുക, വലിയ പ്രതിസന്ധിയാണ്. 6 ലക്ഷം കോടിയാണ് കടം. 6 ലക്ഷം കോടി കടന്ന് പറയുമ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കേരളത്തെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞു 6 ലക്ഷം 1.3 ലക്ഷം കോടിയിൽ നിന്ന് 6 ലക്ഷം കോടിയായി. സംസ്ഥാനങ്ങളൊക്കെ കടത്തിലാണ്. 54 കോടി 90 ലക്ഷത്തി ചില്ലുവാൻ 55 ലക്ഷം കോടി മാത്രമായിരുന്നു 2014 മോഡി അധികാരത്തിൽ വരുമ്പോൾ. ഇപ്പൊ 198 ലക്ഷം കോടിയാ. 198 ലക്ഷം കോടിയാ. 47 മുതൽ 2013 വരെ ഒരു 10-67 വർഷം 10-13ഓളം പ്രധാനമന്ത്രിമാർ നമ്മുടെ രാജ്യത്ത് ഭരിച്ചതിന് ശേഷം ആകെ ഉണ്ടാക്കിയത് 54 കോടി 55 ലക്ഷം കോടി കഷ്ടി. അതാണ് 198 ലക്ഷം. ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയിൽ രാജ്യസഭയിൽ ധനകാര്യ വകുപ്പ് കണക്ക് വെച്ചതാ. 198 ലക്ഷം കോടി ഇതങ്ങ് മാറ്റി. രാജ്യത്തിന്റെ സമസ്ത മേഖലയിൽ റിസർവ് ബാങ്ക് 9.56 ലക്ഷം കോടി കരുതൽ ശേഖര. എന്തെങ്കിലും യുദ്ധമുണ്ടായാൽ അല്ലെങ്കിൽ അതുമായി വേണ്ട പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടായാൽ അത് ഉപയോഗിക്കാൻ വേണ്ടിയാ. അത് 3.56 ലക്ഷം കോടി ഇങ്ങോട്ട് കവർന്നെടുത്തു. LIC പൂർണ്ണമായി സ്വകാര്യവൽക്കരിച്ചു. ഇൻഡിഗോ വിമാനങ്ങൾ യാത്ര ചെയ്യാൻ പറ്റാത്ത രൂപത്തിലുള്ള പരിപാടി ഉണ്ടായി നമ്മൾ കേട്ടു. ഒരു മേഖല പൂർണ്ണമായി തന്നെ സ്വകാര്യവൽക്കരിക്കാൻ ഉണ്ടാകുന്ന അതിന്റെ ഫലമാണ് ഇൻഡിഗോ വിമാനങ്ങളുടെ യാത്രയുമായി ബന്ധപ്പെട്ടുണ്ടായത്. ഇന്ത്യ രാജ്യം ലോകത്തെ പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തിയാകുമ്പോൾ പോലും നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന കൊച്ചു രാജ്യങ്ങൾക്ക് പോലും സ്വന്തം വിമാനം ഉള്ളപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് സർക്കാരിന്റെ കീഴിൽ ഒരു വിമാന കമ്പനി ഇല്ല. അപ്പോൾ സ്വകാര്യ കമ്പനികൾ തീരുമാനിക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന രൂപത്തിലേക്ക് യാത്ര മുടങ്ങിപ്പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നു. ഭൂമിക്കടി കിടക്കുന്നതും റിസർവ് ബാങ്കിന്റെ മൂലധനവും ഒക്കെ തന്നെ വിട്ടുകൊടുക്കുന്ന രൂപത്തിൽ രാജ്യത്തിന്റെ സമസ്ത മേഖലയും തീരെഴുതി കൊടുക്കുമ്പോഴാണ് രാജ്യസ്നേഹികളെ സംബന്ധിച്ചിടത്തോളം, ദേശാഭിമാന ബോധമുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ നാടിനെ വീണ്ടെടുക്കേണ്ടതുണ്ട് എന്ന് പറയുന്നത്. ഈ നാടിനെ വീണ്ടെടുക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ CPM-നോട് വിമർശനം ഉണ്ടാവും. ഞങ്ങളൊക്കെ 69-ൽ CPM വിട്ടുപോകുന്ന ആളുകളാണ്. 69-ൽ തന്നെ ഈ പാർട്ടിയൊക്കെ ഇങ്ങനെ ഡീജനറേറ്റ് ചെയ്യുന്നതിന് മുൻപ് അത് ഇടതുപക്ഷ സ്വഭാവം നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിലപാടെടുത്തുകൊണ്ട് പുറത്തു വന്ന ആളുകളാണ് ഞങ്ങളൊക്കെ. പക്ഷേ ഇന്ന് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം രാജ്യത്ത് വിഴുങ്ങാൻ വരുന്ന ശക്തികൾക്കെതിരായി യോജിച്ച പോരാട്ടം ഉണ്ടാകണം. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു മാത്രം നിർത്താം. ഫാസിസ്റ്റുകളെ കുറിച്ചും ലോകത്തെ മുഴുവൻ നമുക്കറിയാം. കോടിക്കണക്കിന് വരുന്ന മനുഷ്യരെ കൊല്ലാക്കൊല ചെയ്തു. മിലാൻ എന്ന് പറയുന്നൊരു നഗരത്തിൽ ഗ്യാസ് ചേമ്പറുകളിലേക്ക് ആളുകളെ കൊണ്ടുപോകുമ്പോൾ മിലാൻ എന്ന് പറയുന്ന നഗരത്തിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. ആ റെയിൽവേ സ്റ്റേഷനിൽ 21-ാം പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു. ആ 21-ാം പ്ലാറ്റ്ഫോമിൽ അവിടെ നിന്നാണ് ആളുകളെ പിടിച്ചു കൊണ്ടുപോകുന്ന ആളുകളെ ഗ്യാസ് ചേമ്പറിലേക്ക് കൊണ്ടുപോകുന്നു. ഒരു 13 വയസ്സുള്ള പെൺകുട്ടി അച്ഛനും അമ്മയും സഹോദരങ്ങളെ എല്ലാം ഒന്നിച്ച് ആ 21-ാം പ്ലാറ്റ്ഫോമിൽ കൊണ്ടുപോയി. ഈ പെൺകുട്ടി മാത്രം രക്ഷപ്പെട്ടു. ബാക്കി അച്ഛനെയും മക്കളെയും അമ്മയെയും സഹോദരങ്ങളെയും ഒക്കെ തന്നെ ഗ്യാസ് ചേമ്പറിൽ ഇട്ട് ചുട്ടുകൊന്നു. ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു. മുസോളിനിയെ പിടിച്ച ജനം തല്ലിക്കൊന്നു. അതിനുശേഷം ഫാസിസം ലോകത്ത് നിന്ന് വിടവാങ്ങി. ജർമ്മനിയിലും ഇറ്റലിയിലുമൊക്കെ പുതിയ സർക്കാരുകൾ വന്നു. അങ്ങനെ സർക്കാരുകൾ വന്നപ്പോൾ ഈ പെൺകുട്ടിക്ക് 13 വയസ്സുകാരിയായ പെൺകുട്ടിക്ക് 30 വയസ്സായി. അവരെ ഒരു സെനറ്ററായി അംഗീകരിച്ചു. ലിലിയൻ സെഗ്രെ എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. ലിലിയാന സെഗ്രെ. ആ ലിലിയാന സെഗ്രെ എന്ന് പറയുന്ന പെൺകുട്ടിയെ ആ രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രി ക്ഷണിച്ചു കൊണ്ടുപോയി ഈ 21-ാമത്തെ പ്ലാറ്റ്ഫോമിന്റെ സ്ഥലത്ത് കൊണ്ടുപോയി. ആ കുട്ടി അവർക്ക് മനസ്സിലായില്ല എന്തിനാ കൊണ്ടുപോകണേ. എന്നിട്ട് അവിടെ ഇരുത്തിട്ട് ചോദിച്ചു, നിന്റെ അച്ഛനെയും അമ്മയെയും അതുപോലെ ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യരെ ഗ്യാസ് ചേമ്പറിലേക്ക് ചുട്ടുകൊല്ലാൻ വേണ്ടി കൊണ്ടുപോയ 21-ാം നമ്പർ പ്ലാറ്റ്ഫോമിന് ഒരു പേരിടണം. അത് നിങ്ങൾ തന്നെ പറയണം. ഈ റെയിൽവേ സ്റ്റേഷൻ എന്ത് പേരിടണം? അവരൊന്ന് പകച്ചു കുറച്ചു നേരം നിശ്ചലമായി. അതിനുശേഷം പറഞ്ഞു,
ഇൻഡിഫറൻസസ്. ഇതിന് ഇങ്ങനെയായിരിക്കണം പേരിടേണ്ടത്. കാരണം ജർമ്മനിയിലും ഇറ്റലിയിലും അടക്കം കമ്മ്യൂണിസ്റ്റുകാരും സോഷ്യൽ ഡെമോക്രാറ്റുകളും ഒന്നിച്ചിരുന്നുവെങ്കിൽ തെരഞ്ഞെടുപ്പിൽ നാസികളെക്കാൾ ഹിറ്റ്ലറേക്കാൾ വോട്ട് കൂടുതലുണ്ടായിരുന്നു. പരസ്പരം തമ്മിലടിച്ചതിന്റെ ഭാഗമായിട്ടാണ് കോടിക്കണക്കിന് വരുന്ന മനുഷ്യരെ ലോകം കണ്ട ഏറ്റവും വലിയ വിപത്തിലേക്ക്, ഫാസിസ്റ്റ് തേർവാഴ്ചയിലേക്ക് ലോകത്തെ കൊണ്ടെത്തിച്ചത്. അതുകൊണ്ട് വ്യത്യസ്തതകൾ ഉണ്ടെങ്കിലും നാം ഒന്നായി നിൽക്കണം എന്ന് പറയുന്ന ഒരു സന്ദേശം ലിലിയാനെ സെഗ്രെ എന്ന് പറയുന്ന ആ പെൺകുട്ടി കോടിക്കണക്കിന് വരുന്ന മനുഷ്യരെ കയറ്റിക്കൊണ്ടുപോയ മിലാൻ എന്ന് പറയുന്ന നഗരത്തിലെ 21 നമ്പർ പ്ലാറ്റ്ഫോമിന് ഒരു പേര് കൊടുത്തു, ഇൻഡിഫറൻസസ്. നമുക്ക് ഒരുപാട് CPM-നോട് ഒരുപാട് അഭിപ്രായ വ്യത്യാസമുണ്ട്, കോൺഗ്രസിനോട് ഒരുപാട് അഭിപ്രായ വ്യത്യാസമുണ്ട്, ഒരുപാട് പാർട്ടികളോട് ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മ അറിയുന്നവരും അറിയപ്പെടാത്തവരുമായി എത്രയോ മനുഷ്യർ നമുക്ക് നേടിത്തന്നതാണ്. അതിനെ നമുക്ക് നഷ്ടപ്പെടുത്താൻ പാടില്ല. 1931 നവംബർ 13 ലണ്ടനിൽ വെച്ച് ഗാന്ധിജി ഇന്ത്യയിലെ പൗരത്വത്തെക്കുറിച്ച് അന്ന് ഫെഡറൽ കമ്മിറ്റിയുടെ മുൻപാകെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. അത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപാണ്. ഗാന്ധിജി പറഞ്ഞു, ജാതിയുടെയും വംശത്തിന്റെയും പേരിൽ പൗരത്വം നിശ്ചയിക്കുന്ന ഒരു പരിപാടിയും ഇന്ത്യ രാജ്യത്ത് ഉണ്ടാകാൻ പാടില്ല, ഉണ്ടാകില്ല എന്ന് 1931 നവംബർ 13 ഫെഡറൽ കമ്മിറ്റിയുടെ മുൻപാകെ ഗാന്ധിജി പറഞ്ഞു. അത് പിന്നീട് ഭരണഘടനയായി വന്നു. ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ പൗരന്മാരെ നിശ്ചയിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ മതരാഷ്ട്രത്തിന്റെ രൂപത്തിലേക്കുള്ള പോക്കായിരിക്കും. അതുകൊണ്ട് ജനാധിപത്യ സമൂഹം നിലനിൽക്കില്ല എന്ന് പറഞ്ഞു. ഒന്നുകൂടി പറഞ്ഞ് നിർത്താം. 1949 നവംബർ 25 ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അവസാനത്തെ യോഗത്തിൽ അംബേദ്കർ ഭരണഘടനാ ശില്പി ഒരു കാര്യം പറഞ്ഞു. ഇന്ത്യ റിപ്പബ്ലിക് ആകാൻ പോവുകയാണ്. ഇന്ത്യ ഒരുപാട് പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇന്ത്യ രാജ്യത്ത് ജന്മമെടുക്കാം. നാളെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനം രാഷ്ട്രത്തെ മതത്തിന് മുകളിൽ പ്രതീക്ഷിക്കുമോ, മതത്തെ രാഷ്ട്രത്തിന് മുകളിൽ പ്രതീക്ഷിക്കുമോ? ഒരു കാര്യം ഉറപ്പാണ്, ഭാവിയിൽ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനം രാഷ്ട്രത്തിന് മുകളിൽ മതത്തെ പ്രതീക്ഷിച്ചാൽ പൊരുതി നേടിയ സ്വാതന്ത്ര്യം നമുക്ക് എന്നേക്കുമായി നഷ്ടപ്പെടും. അവസാനത്തെ തുള്ളി ചോരയും ചിന്തി സ്വാതന്ത്ര്യത്തിന് വേണ്ടി നാം പോരാടണം. അതുപോലെ ജോൺ സ്റ്റുവർട്ട് മില്ലിനെ ഉദ്ധരിച്ചുകൊണ്ട് ആ പ്രസംഗം അദ്ദേഹം അവസാനിപ്പിച്ചു. എത്ര മഹാന്മാരാണെങ്കിലും നിങ്ങളുടെ സ്വാതന്ത്ര്യം അവർക്ക് കീഴെ അടിയറ വയ്ക്കരുത്. എത്ര മഹാന്മാരാണെങ്കിലും നിങ്ങളുടെ സ്വാതന്ത്ര്യം നിങ്ങൾ അവർക്ക് കീഴെ അടിയറ വയ്ക്കരുത്. നാം വില കൊടുത്ത് നേടിയ ഭരണഘടനാ സ്ഥാപനങ്ങളെ തകർക്കാൻ ഒരാളെയും അനുവദിച്ചുകൂടാ. 1949 നവംബർ 25 ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അവസാന യോഗത്തിൽ നമ്മുടെ ഭരണഘടനാ ശില്പി നമ്മളോട് പറഞ്ഞിരുന്ന ആ ആഹ്വാനം നമുക്ക് നെഞ്ചിലേറ്റേണ്ടതുണ്ട്. എത്ര മഹാന്മാരാണെങ്കിലും നമ്മുടെ സ്വാതന്ത്ര്യം, നമ്മുടെ ജനാധിപത്യം, നമ്മുടെ വോട്ടവകാശം, നമ്മുടെ സംഘടിക്കാനുള്ള അവകാശം, സംസാരിക്കാനുള്ള അവകാശം, വഴി നടക്കാനുള്ള അവകാശം, ആരാധന സ്വാതന്ത്ര്യം, ഞാൻ എന്ത് ഭക്ഷിക്കണം, ഞാൻ ഏത് ദൈവത്തെ പ്രാർത്ഥിക്കണം, ഞാൻ എന്ത് വസ്ത്രം ധരിക്കണം എന്ന് പറയുന്ന അവകാശങ്ങൾ തീരുമാനിക്കാൻ ഒരു ഭരണാധികാരിക്കും അവകാശമില്ല എന്ന് പറയാനുള്ള തൻ്റെ ഇടം വീണ്ടെടുക്കുന്ന ഒരു വലിയ പ്രശ്നമുണ്ടാകണം. തെരഞ്ഞെടുപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മത്സരമുണ്ടാകും, മുന്നണികളായി മത്സരിക്കാം. പക്ഷേ ഈ നാട്, ഈ രാജ്യമാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് തിരിച്ചറിയുന്ന രാഷ്ട്രീയ ബോധ്യം നമുക്കുണ്ടാകേണ്ടതുണ്ട്. ആ ബോധ്യമാണ് നമുക്ക് മനസ്സിൽ പേറേണ്ടത്. സഖാക്കൾ മഠത്തിൽ ബാസിയെയും തണ്ടാശ്ശേരി രാഘവനെയും പരമേശ്വരൻ സഖാവിനെയും ഗോപാലപിള്ളയെയും ഒക്കെ തന്നെ നമുക്ക് പുരുഷോത്തമക്കുറുപ്പിനെയും ഒക്കെ നാം ഓർക്കുമ്പോൾ, അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുമ്പോൾ, അവരുടെ സ്മരണ പുതുക്കുമ്പോൾ, പ്രിയപ്പെട്ട സഖാക്കളെ, നിങ്ങൾ പിടിച്ച ഈ ചെങ്കൊടിയുമായി മനുഷ്യൻ സ്നേഹിക്കുന്ന ഒരു സാമൂഹ്യ സൃഷ്ടിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ പോരാട്ടത്തിന്റെ പന്ഥാവിലൂടെ ഞങ്ങൾ മുന്നോട്ട് മാർച്ച് ചെയ്യുക തന്നെ ചെയ്യും. ഒരു ശക്തിക്കും ഞങ്ങളെ തടയാനാവില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആ ധീര സഖാക്കളുടെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. ലാൽസലം.